അങ്ങനെ ഇവൻ ആനയുടെ നെറ്റിക്കിട്ട് വെടിവെക്കാൻ പറയുമ്പോ ചന്തിക്കിട്ടാണല്ലോ വെടിവെക്കുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലേ ആശാനെ? അവിടെ നിക്കേ. ആ വരണം ആശാനെ. അല്ല ഇവരൊക്കെ ആരാ? എല്ലാം നമ്മുടെ പിള്ളേരാന്നേ. ഓ അത് ശരി. അല്ല ഫോറസ്റ്ററെ, എന്നാ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്? ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. ഒരു ആന ചത്താലും എനിക്കല്ലേ പ്രശ്നം. കൊന്നാ ഉടനെ ഞാൻ കത്തിച്ച് കളഞ്ഞേരെ. ശരി, ഇത് വെച്ചോ. എന്നാ ശരി, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇങ്ങനെയൊക്കെ കൊടുത്താലേ അവരടങ്ങിയൊക്കെ നിക്കത്തുള്ളൂ. വനത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യണം, അറിയാവോ? ആ പെരുമാളെ അകത്ത് സേട്ടുകൊണ്ട് അയാളെ ഇങ്ങ് വിളിക്കേ. അല്ല മുതലാളി, ഇവരാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്? സേട്ടു, ഇവര് ചെയ്യുന്നത് ഇവിടെയുള്ള കൊമ്പെടുത്ത് അകത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഈ പരുവത്തിലാക്കുന്നത് ഇവൻ ഒരുത്തനാണ്. ഓഹോ. കാട്ടിനുള്ളിൽ ചെന്ന് ഒരു തവണ വീരപ്പാന്നൊന്ന് വിളിച്ചാ മതി. കാട്ടിനുള്ളിലെ ആനകളെല്ലാം വാലും ചുരുട്ടി ഓടിക്കളയും. അങ്ങനെയാണോ? അതന്നെ. അകത്തേക്ക് കേട്ട് നന്നായിട്ട് മൂട്. ടാർപ്പാളിനിട്ടോ. എടാ ചെക്ക് പോസ്റ്റ് അങ്ങനെ കണ്ടാലുണ്ടല്ലോ. വീരപ്പ, സാധനം ഉണ്ടല്ലോ, ഒന്നാം തരം സാധനം കേട്ടോ. സന്തോഷായില്ലേ? കൊമ്പിന്റെ വിലയെ ആനയുടെ ദേഹത്തുള്ളപ്പോ അറിയില്ല, അത് മുറിച്ചെടുക്കുമ്പോഴാ അതിന്റെ വില അറിയുന്നത്. എന്തു പറ്റി? ഞാനൊന്ന് ഇറങ്ങട്ടെ, പിന്നെ കാണാം. വേഗം 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 ആകട്ടെ. ഇനി എത്ര ദിവസത്തേക്കുണ്ടാവും? എത്ര കാലം നമ്മൾ ചുമ്മാതെ ജോലി ചെയ്യണം? മുതലാളി നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും എന്നും ജോലിയും ചെയ്യണം, നന്നായിട്ട് സമ്പാദിക്കുകയും വേണം. കേട്ടല്ലോ? അതങ്ങ് സമ്മതിച്ചേക്ക്. ചേട്ടാ, മുന്നോട്ട് നടന്നോ, ഞങ്ങൾ എല്ലാവരും പുറകിലുണ്ടാകും. ഞങ്ങൾ പുറകിലുണ്ട്. എടാ അർജുന, നന്നായിട്ട് വൃത്തിയാക്കിയെടുക്ക്. ശരിയേട്ടാ. മാന വെടിവെച്ച് കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആരാ നീ വെടിവെച്ചെന്ന് പറഞ്ഞേ? വെടിവെച്ചതേ വീരപ്പനാ. മിണ്ടാതിരിക്കടാ, നീ അവന് വേണ്ടിയേ കൂടുതൽ മണി അടിക്കല്ലേ. അടിക്കൂടാ, ഞാൻ നല്ല പോലെ മണി അടിക്കൂടാ. എടാ ഗോവിന്ദോ, തങ്കവേലുവിനെ വല്ലവന്റെ പള്ളക്കടിക്കാനല്ലേ അറിയൂ, മാനിനെ അടിക്കാൻ അറിയില്ലല്ലോ. കണ്ടില്ലേ, അവൻ പറയുന്ന കേട്ടില്ലേ? നിങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. വിളിച്ചു പറയാമോ? നിർത്തടാ, നീ എന്താടാ പറയുന്നത്? നമ്മളെല്ലാം ഒരേ നാട്ടുകാർ തന്നെ. ചുമ്മാ ഇരിക്കടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? നീ പോടാ. കൊണ്ടുവരുന്നുണ്ട്, എന്തൊരു കഷ്ടപ്പാടാ. അത് വേഗം കൊണ്ട് വെച്ചിട്ട് പോടാ. ജീവൻ പോയി. ഇറച്ചിയുടെ പരുവ് എന്തായി? നോക്കടാ, ദേ നോക്ക്, ദേ കണ്ടില്ലേ? നോക്കടാ, ആവശ്യമില്ലാത്തൊക്കെ നമുക്ക്, തൊടഭാഗവും മാംസവും ഒക്കെ അവന്. എന്താടാ ഇതൊക്കെ കണ്ടപ്പോ തന്നെ ഇത്ര ആക്രാന്തം കാണിക്കുക? അവനെടുത്ത് കൊടുക്ക്. അതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല, കൊണ്ടുപോടാ അവിടുന്ന്. എനിക്കറിയാം, മുതലാളിയെ വിട്ട് വന്ന അന്ന് മുതലേ ഒക്കെ കാണുന്നുണ്ട് ഈ തോന്നിവാസങ്ങള്. എല്ലാം നീ തന്നെയല്ലേ തീരുമാനിക്കുന്നത്, ഞങ്ങളിവിടെ ആരും അല്ലല്ലോ. കാണിക്കാൻ തുടങ്ങിയല്ലോ നിന്റെ നരിയുടെ ബുദ്ധി. വീരപ്പാ, നീ എന്നെ ചവിട്ടിയല്ലടാ, നിന്നെ ഞാൻ എടുത്തോളടാ. കണ്ടോളാം ഞങ്ങള്. ഏയ്, എന്തിനാ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, വാ. ശരിയാവില്ലല്ലോ. ഏയ് വേണ്ടടാ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. മിണ്ടാതിരിക്കേ. എവിടെന്നാടാ ഈ ആനക്കം പെടുത്തണോന്ന് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങൾ നോക്കട്ടെ. ആരുടെ ഈ കൊമ്പുകൾ? ഇവന്റെയാണ് സാർ, ഹോട്ടലിൽ നിന്ന് പിടിച്ചതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കൊമ്പുകൾ എവിടെയായിരുന്നു? ചാക്കിനകത്ത് മൂടിയിരിക്കുകയായിരുന്നു സാർ. എന്താ അവന്റെ പേര്? വീരപ്പൻ എന്നാ പറഞ്ഞേ. വീരപ്പനോ ശൂരപ്പനോ? ഇവൻ ഏത് നാട്ടുകാരനാ? ഗോപിനാഥമാണ് സാർ. ഗോപിനാഥമോ? ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. മൈസൂർ DFO ശ്രീനിവാസന് ഫോൺ ചെയ്ത് ഇവൻ അവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്ക്. പറഞ്ഞു വിടുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് എല്ലാം റെഡിയാക്കി ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കണം. ഓക്കെ? ഓക്കെ സാർ. ഞാൻ സാർ കോൺഫറൻസിലെ പ്രൊട്ടക്ഷന് പോയിട്ട് വരാം. സാർ.
എന്താ എന്താ ഇത്? നിർത്ത വേണ്ടെന്നേ. ക്രൈംബ്രാഞ്ച് ശരിക്കും അടി കൊടുത്തതാ. അഴിച്ചകത്തേക്ക് കൊണ്ടുപോവാ. അഴിക്കേ. മീൻ പിടിക്കുന്നവർക്ക് കടലാണ് ജീവിതം, കാട്ടിൽ ജീവിക്കുന്നതിന് കാടാണ് ജീവിതം. ഞാൻ പറഞ്ഞത് ശരിയാണ്. കാട് രാഷ്ട്രത്തിന് സമ്പത്താണ്, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാ. നീ കാട് സ്വന്തം വീടാക്കിയിട്ട് കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൊല്ലുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? ഇത് നോക്ക്, തെറ്റ് നീ സമ്മതിക്കണം. നിന്റെ ശിക്ഷ ഞാൻ കുറച്ചു തരാം, കേട്ടല്ലോ? സാറ് പറയുന്നത് ഞാൻ കേട്ടോളാം സാർ. എഴുന്നേൽക്ക്. ഇതിട്. അവനെ അഴിച്ചു വിട്ടിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ശരി സാർ. മാധവ, നീ വന്നേ. സാർ, ഇത് ഇത് ഇയാളുടെ കയ്യിൽ വെച്ചേക്ക്. അവന്റെ ദേഹത്ത് അടി വീണാലേ സസ്പെൻഷൻ ഉറപ്പാ. സാർ, അടിക്കണ്ടോ? ശരി സാർ. ഇപ്പോഴൊരു പ്രശ്നവുമില്ല. എല്ലാരും ചേർന്ന് ഒറ്റക്കെട്ടായി ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാമം നന്നാവും. എല്ലാവർക്കും ഒത്തൊരുമ വേണം. കാര്യം അറിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ഗോപിനാഥ ഗ്രാമത്തിന് ഇനി വീരപ്പനെ കൊണ്ട് യാതൊരുവിധ ശല്യവും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ വീരപ്പനിപ്പോ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. സന്തോഷായിട്ടിരിക്കേ, ദൈവം കൊണ്ട് കൂടെ. നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. എന്ത് പറയുന്നു? എല്ലാം ശരിയാവും. ഗ്രാമത്തിന്റെ നന്മയ്ക്ക് എന്ത് ഞാൻ ചെയ്യും. പോലീസിന്റെ ഒരു ശല്യം ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ബോധിപ്പട ഗസ്റ്റ് ഹൗസിൽ നിന്ന് വീരപ്പൻ രക്ഷപ്പെട്ടു സാർ. ഇന്ന് നമ്മുടെ മുതലാളി ഈശ്വരനെ വിളിച്ച് സത്യം ചെയ്തു. കള്ളസത്യം ചെയ്യുന്ന വീരപ്പനെ കൊന്ന് തള്ളണം. നമ്മുടെ തങ്കവേലുവിനെ മാധവനെയും കൊന്നില്ലേ, അതിന് പകരം ചോദിക്കാൻ ഇതാണ് നല്ലൊരു അവസരം. വീരപ്പൻ ഈ ഭക്ഷണം കഴിക്കുമ്പോഴേ അവന്റെ തൊണ്ട കീറി രക്തം ചീറ്റും. എങ്കിലേ എനിക്ക് സമാധാനം വരികയുള്ളൂ. അവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പോടാ, അവന് നമ്മളെ ഇപ്പൊ ശരിക്കും പേടിയുണ്ട്. സമാധാനമായി പോകാൻ അവൻ ഇവിടെ വരും. നിങ്ങളുടെ തലമുറകളെ കൊന്ന് വീരപ്പൻ 3 വർഷമായിട്ട് കാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അയാളെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ തോക്കുമായിട്ട് നടക്കുകയാണല്ലേ. ജനിക്കുമ്പോഴേ സഹോദരങ്ങൾക്ക് 18 വയസ്സ് പോലും ആകണ്ട. അതിനു മുമ്പേ അന്യോന്യം ശത്രുക്കളായി മാറുകയാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ പരസ്പരം തല്ലുകൂടി ഇവിടെ രക്തപ്പുഴ ഒഴുക്കാനാണോ നിങ്ങളുടെ തീരുമാനം? പേടിയാകുക. നിങ്ങൾ 4 പേരും വീരപ്പനോട് മാപ്പ് ചോദിച്ച് പ്രശ്നം പരിഹരിക്കേ. നമസ്കാരം. 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 വരൂ വീരപ്പ, ഇങ്ങോട്ട് നോക്കൂ വീരപ്പ. ഇനി മുതൽ ഇവരെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സന്തോഷമായല്ലോ. നോക്ക്, ഈ മുനീശ്വര സ്വാമിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് പോലെ ഏറ്റു പറയണം. എന്നെ കൊണ്ട് ആർക്കും ഇനി യാതൊരുവിധ ശല്യവും ഉണ്ടാകില്ല. ശരി സ്വാമി, ഞാൻ സമ്മതിക്കുന്നു. അവൻ സമ്മതിച്ചു. കർപ്പൂരം കത്തിച്ചോളൂ. സ്വാമി മുനീശ്വര, ഇവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. ഈ അഗ്നിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്യില്ല. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വീരപ്പ വീരപ്പ, വേണ്ട വേണ്ട. നിങ്ങളെക്കാളും വയസ്സ് കുറവല്ലേ ഞങ്ങൾക്ക്. ഞങ്ങളല്ലേ കാല് പിടിക്കണ്ടേ, അല്ലേ? ശരിയല്ലേ?
വാ നമുക്ക് മാപ്പ് ചോദിക്കാം. വാ 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 നമുക്ക് കാല് പിടിക്കാം. വാ വാ നമുക്ക് കാല് പിടിക്കാം. ഇതാടാ എന്റെ അനുഗ്രഹം. ഏയ് ഗുരുനാഥ, അവനെ വിടരുത്, തള്ളിയേക്ക്. ഏയ് ഗോവിന്ദ, ചേട്ടാ അവനെ വിടരുത്, പിടിക്കുക. അവനെ കൊണ്ടുവരാം. അവനെ എടുത്ത് ചാക്കി കയറ്റടാ. അവനെ എടുത്തോണ്ട് വാ. ശരിയേട്ടാ. എല്ലാരും കേട്ടോ, ഞങ്ങളുടെ ചേട്ടന്റെ നേരെ ആരെങ്കിലും തോക്കെടുത്താറുണ്ടല്ലോ അവർക്കെല്ലാവർക്കും ഇതായിരിക്കും ഗതി. ഇതെല്ലാം എന്റെ ചേട്ടന്റെ സ്ഥലമാ. ഈ കാട്ടിൽ കാല് കുത്തിയാൽ കാല് വെട്ടി ഞങ്ങള്. എന്റെ ചേട്ടന്റെ തീരുമാനമായത്. ചേട്ടൻ പറയുന്നതാണ് ശരി. ആരെങ്കിലും പോലീസിന്റെ അടുത്ത് ഒട്ടിക്കിടത്താറുണ്ടല്ലോ അവനെ തുണ്ടും തുണ്ടുമായി വെട്ടി നായ്ക്ക് നരിക്കി വിട്ടുകൊടുക്കും. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ ചേട്ടനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവർക്കെല്ലാം ഈ ഗതിയായിരിക്കും. നീയല്ലേ വീരപ്പൻ ആഹാരം അറിയില്ല. കൊണ്ട് കൊടുക്കുമല്ലേ? വീരപ്പനാണെന്ന് പറയാൻ നിന്നോട് പറയാൻ നമസ്കാരം സാർ. എന്താ മാതേശ, ഇന്ന് എന്താ കഴിക്കാൻ കൊണ്ടുവന്നേക്കുന്നേ? ഇന്ന് ഇഡലിയാണ് സാർ. സാറേ, വീരപ്പൻ നിങ്ങളെ ആക്രമിക്കുമെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടുകാർ പറയുന്നത് കേട്ടതാ. എന്താടാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മേലെ കൈവയ്ക്കാന്നാണ് അവൻ പറയുന്നേ? അവൻ കാക്കി ഡ്രസ് ഇട്ടെന്നും പറഞ്ഞ് അവനെന്താ ഫോറസ്റ്റുകാരനാണോ അതോ പോലീസുകാരനോ? എന്താടാ, നിങ്ങളുടെ നാട്ടിലെ 3-4 പേരെ കൊന്നു കളഞ്ഞാൽ ഉടനെ അവനെന്താ വലിയ റൗഡി ആയിട്ട് മാറുമോ? അതെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പൊയ്ക്കോ. ശരി സാറേ, ഞാൻ വരട്ടെ. ആരടാ അത്? ഡേയ്, പോടാ അവിടുന്ന്. മണലെല്ലാം വാരി നിങ്ങൾ എന്തിനാടാ ഈ കാട് നശിപ്പിക്കുന്നേ? മണൽ വരാൻ പാടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടാ? സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ലോടാ നിങ്ങള്. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഒക്കെയോടാ. പോകുന്നോ ഇല്ലയോ? ആ ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി ഞാൻ തോക്കെടുക്കണോടാ. ഓടാ. ചേട്ടാ, ഒരൊറ്റ വെടിക്ക് താഴെയിട്ട് കളഞ്ഞല്ലോ. ആനയുടെ ഇറച്ചിയും ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴിച്ചോ? മോഹൻ സാറിനെ കൊന്നു കളഞ്ഞല്ലോ വീരപ്പ. ഇനി അടുത്ത ആന ചത്താലും എന്റെ തലയിൽ തന്നെ വരും ആ കുറ്റം. ഇനി ഇതങ്ങ് നിർത്തിയേക്ക്. ഇത് നിർത്തിക്കളഞ്ഞ പിന്നെ എന്ത് ജോലി ചെയ്യും? ചന്ദനത്തടി നിങ്ങൾ വെട്ടിക്കോ. ചെക്ക് പോസ്റ്റ് ഞാൻ നോക്കിക്കോളാം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നാ പറയുന്നേ. ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. എടുക്കെടുക്ക്, വേഗം എടുത്ത് അങ്ങോട്ട് വെക്കടാ. കയറ്റാൻ നോക്കടാ. അങ്ങനെ അത് വേഗം മാറ്റിയേ. സമയം
വേഗം കൊണ്ടുവാ, കൊണ്ടുവന്ന് കയറ്റേ. ബാക്കി കാശ് വാങ്ങിക്കൊണ്ടുവരണം. ഗുരുനാഥ, താഴെയുള്ള തടി മുഴുവനും മുകളിലേക്ക് കൊണ്ടുവരണം. ആ ശരി ശരി. ആരുടെ വണ്ടി? വീരപ്പൻ ചേട്ടൻ്റെ സാർ. ഓ അത് ശരി. ആ തുറന്നു കൊടുക്ക്. വണ്ടി നിർത്ത്. മുകളിൽ കയറി നോക്ക്. ചെല്ല് വേഗം. പുറകെ പോയി ചെക്ക് ചെയ്ത് നോക്ക്. വണ്ടി മുഴുവൻ ചന്ദ്രത്തടിയാ സാർ. എല്ലാം നന്നായിട്ട് നോക്ക് സാർ. ആനക്കമ്പും ഉണ്ട്. വേഗം സീൽ ചെയ്. എത്ര ഫോറസ്റ്റുകാരുടെ തല പോയാലും സാരമില്ല, ഞാൻ ഉണ്ടാക്കിയ ചന്ദന ഇവിടെ വരണം. കിഷോറേ, എന്താ വിശന്നിട്ട് പയ്യടാ, എന്തെങ്കിലും കഴിക്കാം. വരുന്നു. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. ശരി സാർ. ആ അല്ല, ആനയുടെ കൊമ്പൊക്കെ കളഞ്ഞിട്ട് വീരപ്പൻ ചന്ദനമരം തേടി ഇറങ്ങിയിരിക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചന്ദനമരം കടത്തിയാലും ആനക്കൊമ്പ് കടത്തിയാലും നമ്മൾ വേണ്ട ഇതിനെ പിടിക്കാൻ. ഗോവിന്ദ, ഡ്രൈവറിനെ വിളിക്കോ. ഓടിവാ ഗോവിന്ദ, ചന്ദനമരം നിന്റെ അച്ഛന്റെ സ്വത്തൊന്നുമല്ലല്ലോ. ഒന്ന് കളയടാ ഇവനാ. വണ്ടി ഇട്ടൊന്ന് വേണം. ഫോറസ്റ്റുകാരൻ നമ്മുടെ വണ്ടി പിടിക്കുന്നൊന്ന് കാണട്ടടാ. എഴുന്നേക്കടി. കിടന്നുറങ്ങുവാണല്ലേ? ഫോറസ്റ്റുകാരെ അടുത്ത് കിടക്കുന്നല്ലേ? എന്താടി വിചാരിച്ചത്? പറയടാ, എന്താ സംഭവിച്ചേ? വീരപ്പൻ എവിടെ? പറഞ്ഞോ. എവിടെയാടി വീരപ്പൻ? പറയടി. പോലീസുകാർ അന്വേഷിച്ചു. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇൻസ്പെക്ടർ ദിനേശന് ആള് ശരിയല്ല എന്ന്. അവനോ അവന്റെ കൂടെയുള്ള ഒരുത്തിനെ പൊക്കണം. അവന്മാർക്കെങ്കിലും ഒരു പേടി വരികയുള്ളൂ. എന്റെ ഈശ്വര, കാത്തുകൊള്ളണേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശിവേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. 1 2 3 2 4 6. ഗോവിന്ദ, ഈശ്വരനെല്ലാം ഇത് കേട്ടോ. ഞാൻ ഈ വനത്തിനകത്ത് വന്നത് തന്നെ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയാ. അവനെ പിടിക്കാതെ ഞാൻ തിരിച്ചു പോവില്ല. എത്ര കഷ്ടപ്പെട്ടാലും അവനെ ഞാൻ പിടിച്ചിരിക്കും. നമുക്ക് നോക്കാം സാറേ. എങ്ങനെ പിടിക്കാനാ? കുറെ നാളായിട്ട് ഞങ്ങളും അന്വേഷിക്കണേ. അന്തിയൂർ കാട്ടിലോ സത്യമംഗലം കാട്ടിലോ എവിടെയുണ്ടെങ്കിലും ഒരു കാര്യമില്ല. ഈ മാതേശ്വരം മലയിൽ വന്നിട്ട് ഭക്ഷണം ഒന്നും ശരിയാകും. ഇതൊക്കെ കഴിച്ചിട്ട് നാള് കുറെ ആയേ. എന്തായാലും പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന കടയിൽ കയറി വയറ് നിറച്ചെന്തെങ്കിലും കഴിച്ചിട്ടേ പോകുന്നു. ഗോവിന്ദ, സൂക്ഷിച്ചു വേണം.
ശ്രദ്ധിക്കണം, പോ. അവനവിടെ ഇല്ലെന്നാ തോന്നുന്നേ. തോക്കുകളെല്ലാം വേഗം എടുക്ക്, വേഗം വേഗം. ഇതാ വേഗം റെഡിയാക്ക്. വേഗം ചെല്ല്, വേഗം ചെല്ല്. അങ്ങോട്ട് ചെല്ല്, വേഗം വാ. ഒന്ന് വേഗം ചെല്ല്. ഗോവിന്ദ, എന്തോ ഇവന്റെ കാര്യം നിനക്കറിയില്ല. എന്താ അവനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമാനാ. അവനെ ഏത് വഴിക്കാ വരുന്നതെന്ന് ആർക്കും അറിയില്ല. എടീ, പുതിയ ഡ്രസ് എനിക്ക് ചേരുന്നുണ്ടോടി? ഒരു സിനിമ നടിയെ പോലെ ഉണ്ടല്ലോ. അതെയോ? ഒരു പഴഞ്ചലുണ്ടേ, കള്ളനെ വിശ്വസിച്ചാലും കുള്ളനെ വിശ്വസിക്കില്ലെന്ന്. നീ അടി മേടിക്കും. എടി പെണ്ണേ, നിന്നെ തന്നെയാ. ഇങ്ങ് വന്നേ. അയ്യോ, നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. എന്താ? ഇന്നെന്റെ പിറന്നാളാ. എന്താ നിന്റെ പേര്? മുത്തുലക്ഷ്മി. എന്താ ചോദിച്ചേ? ഞാൻ ആരാന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? ഓ, ഏയ്. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? മീശക്കാരന്റെ ആശ കണ്ടില്ലേ? ചേട്ടോ, എന്ത് പറ്റി? ഒന്നുമില്ല, നീ വയ്ക്കോ, ഞാൻ വന്നേക്കാം. നല്ല കാര്യം ചെയ്യുന്നതല്ല പ്രധാനം, ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കണം. അവിവേകല്ലേ കാണിച്ചത്? എല്ലാം പാഴാക്കി കളഞ്ഞില്ലേ? നാടിന് നന്മ വരാൻ വേണ്ടി ഞാനിവിടെ കഷ്ടപ്പെട്ടിരിക്കല്ലേ? എന്നോടൊന്നും പറയാതെ നിന്റെ ഇഷ്ടം പോലെ പോയിട്ട് വന്നിരിക്കുന്നു അല്ലേ? എന്റെ കൂടെ നിന്നിട്ട് എന്ത് ജോലി ഞാൻ അറിയാതെ ചെയ്യുന്നു അല്ലേ? പോലീസ് വരുമ്പോ എന്താന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് ചെയ്തോണം. ഇഷ്ടം പോലെ ആയിക്കോ, എന്നെ ഒന്നിനും വിളിക്കാൻ വേണ്ട. ഓരോന്ന് ചെയ്തു വെക്കും. അറിഞ്ഞോണ്ട് ചെയ്തല്ലേ, അനുഭവിച്ചോ. എന്താണ് നീ ഓടി വരുന്നേ? ചേട്ടാ, നമ്മുടെ മാരിയമ്മ മരിച്ചു പോയി ചേട്ടാ. ചേട്ടാ, നമ്മുടെ മാരിയമ്മ മരിച്ചു പോയെന്നാ പറയുന്നത്. എന്താ? അവളെ ആരോ ചതിച്ചു കൊന്നതാ. എന്താ ചെയ്യുന്നത്?
എന്തായാലും ഒന്ന് പോയിട്ട് വരുന്നതാ നല്ലത്. എനിക്കൊന്നും വിശ്വാസം വരുന്നില്ല. ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പെങ്ങള് പോയതിനു ശേഷം ചേട്ടന്റെ മനസ്സൊട്ടും ശരിയല്ല. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തലയിലടിച്ച് കരയുവാ സാറേ. സാറൊന്ന് വന്ന് ആ ചേട്ടനെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഞാനൊന്ന് പറയുന്ന കേക്ക് സാറേ. ഇത് കൊള്ളാലോ. ഇത് തന്നെയല്ലേ ഇത്രയും നേരമായിട്ട് എന്നോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക്, ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയില്ല. ഞങ്ങൾക്കതിന്റെ ആവശ്യം എന്താ? അതായത് അവൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം, ഞാൻ ആരാണെന്നുള്ള കാര്യം അവനും നല്ലപോലെ അറിയാം. ഒന്നും സംഭവിക്കില്ല, എന്നെ വിശ്വസിക്കും. എന്തെങ്കിലും സംഭവിച്ചാ പോലീസ് ഞങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങളുടെ പ്രശ്നം? ആ ബുക്കിഞ്ഞെടുത്തേ. ഇപ്പൊ 5 മണിയായി. ഇത് വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് 8 മണിക്ക് AC ഡേയിൽ കൊടുക്കാൻ പറയണം. ശരി സാർ. പെരുമാൾ എൻ്റെ കൂടെ വാ. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം കാടിനുള്ളിലേക്ക് വീരപ്പനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി യാത്ര ആരംഭിച്ചു. ഒരുപക്ഷെ എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇതുപോലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ശ്രീനിവാസ് DFO. സാറേ, നമുക്ക് പോകാം. പോകാം. വീരപ്പ, ഞാൻ പറയുന്നത് കേൾക്ക്. എടാ ഗോവിന്ദ, രണ്ടുപേരും അതിനെന്താ അനിയനും കൂടിയുണ്ട്. വെടിവെക്കണ്ട. വേണ്ട വേണ്ട വേണ്ട. എടാ നിർത്ത്. വേണ്ട. അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ അനുഭവിക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്നോട് പൊറുക്കണം. ഇവിടെ വന്നിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. വളരെ സൂക്ഷിച്ചു പോകണം കേട്ടോ. ചേട്ടാ, ഇതാ ഇത് വെച്ചോ. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ആരുടെയെങ്കിലും കൈ കൊടുത്തയക്കാം. സൂക്ഷിച്ചു പോ. നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ
നിന്റെ അടുത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. നീ സൂക്ഷിക്കണം. ശരി. ഒരു കുപ്പി കൂടെ താ. ഓ എന്നാ പിടിക്ക്. ചില്ലറ ഇല്ലല്ലോ സാറേ. ഓ സാരല്ല, ബാക്കി വെച്ചോ. എന്താ 500 വല്ലിനോട്ട് മാത്രമേ ഉള്ളോ നിങ്ങളുടെ കയ്യില്? വീരപ്പന് അരിയും സാധനമൊക്കെ വാങ്ങിച്ചെടുക്കുന്നത് ഞാനാ. ഇപ്പൊ അങ്ങേർക്ക് തുണി കൊണ്ട് കൊടുക്കാൻ പോവാ. ചേച്ചി, ഇവന്റെ കാശും കൂടി അതിൽ നിന്ന് എടുത്തേക്ക്. ആരും നിന്നെ കണ്ടില്ലല്ലോ? ഇല്ല, ആരും എന്നെ കണ്ടില്ല. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഇങ്ങതാ, ഇത് വെച്ചോ. ചേട്ടാ, നമ്മൾ അറിയാവുന്ന ആളാ അയാള്. ഇരട്ടക്കോയിലാന്ന് അയാള് പറഞ്ഞത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ. ആരായാള്? അയാളാ സേട്ടുവാ, സിറ്റിയിലാ താമസിക്കുന്നത്. നിനക്കവനെ അറിയാവോ? എനിക്ക് നന്നായിട്ട് അറിയാം, അതാ ഞാൻ ചേട്ടനോട് പറഞ്ഞത്. തിങ്കളാഴ്ച വരുമ്പോ അവനെ കൊണ്ടുവരാൻ മറക്കണ്ട. ശരി ചേട്ടാ, അങ്ങനെ ചെയ്യാം. വരട്ടെ. സൂക്ഷിച്ചു വേണം. ശരി. ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഇല്ല ചേട്ടാ. സാറ് പറഞ്ഞതുപോലെ തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവൻ വിശ്വസിച്ചോ? വിശ്വസിച്ചു. ശരി, നീ വെക്കോ. ശരി സാർ. എന്തെങ്കിലും വിവരം കിട്ടിയാ വന്നു പറയണം. ശരി സാറേ. നിന്നേ. സാറേ, നീ ഒന്നിങ്ങി വന്നേ. നീ തയ്യക്കാരൻ? അതെ സാറേ. സേട്ടുവിന്റെ ഡ്രസ് വേഗം റെഡിയാക്കണം. ശരി സാർ. വരട്ടെ. ഇതെല്ലാം എപ്പോഴാ തുടങ്ങിയത്? ഇതൊക്കെ ഒരു 6 മാസമെങ്കിലും ആയി കാണും സാറേ. ആ പെണ്ണും ഗുരുനാഥനും തമ്മിൽ എന്താ ബന്ധം? ആ പെണ്ണും അയാളും ഇടയ്ക്ക് കാണാറുണ്ട്. എന്താ പേര്? ചാന്ദിനി എന്നാണ് പേര്. ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ എങ്ങനെ പേടിച്ചു പോയെന്നറിയോ? നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ തന്നെയാ പേടിച്ചു. വേറെ ആരെയാ ഞാൻ പേടിപ്പിക്കുന്നേ? വല്ലാതെ അങ്ങ് പേടിച്ചു പോയോ? ഒന്ന് ക്ഷമിക്കേ, അതിന് ഞാനൊരു സമ്മാനം തരട്ടെ. കക്കൂസി പോയെടുത്താണല്ലോ തോക്ക് കൊണ്ടിട്ടേക്കുന്നത്. ഏയ് ഗോവിന്ദ, ഒന്ന് പോയി നോക്കിട്ട് വാ. അവിടുത്തെ ഞാൻ തോക്കിട്ടിട്ട് വന്നെന്ന് എങ്ങനെ അറിയാം? ഞങ്ങൾ കക്കൂസി പോയാൽ ഉടനെ അത് ആരും അറിയാൻ പാടില്ലാന്ന് വിചാരിച്ച് മണ്ണ് അതിന്റെ മേലിട്ട് മൂടില്ലേ? കൂടുതൽ തമാശ വേണ്ട. ദേങ്ങോട്ട് നോക്ക്, വേഗം പോയി നോക്കിട്ട് വാ. ശരി ചേട്ടാ. ചേട്ടോ, നമ്മുടെ ഗുരുനാഥനല്ലേ? ചേട്ടനോടെന്തോ സംസാരിക്കണമെന്ന്. എനിക്കത് അറിയാമടാ. ആ ചാന്ദിനിയുടെ കാര്യമല്ലേ? നാളെ അവളോട് വരാൻ പറ. ഏയ്, തോക്ക് കിട്ടിയോടാ? ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടുകാരിയെ പോലെ അല്ലല്ലോ കണ്ടിട്ട്. ചേട്ടാ, ഇവള് ലംബാനി പെണ്ണാ. എന്താ കൊച്ചേ, നിന്റെ നാടേതാ? നിന്റെ അച്ഛൻ എന്താണ് ജോലി? ചേട്ടാ, അവള് പിന്നെ ഈ പറയുന്ന. ഇവൾക്കെന്താ നാക്കില്ലേ? അതോ ഊമയാണോ? നീ പറ കൊച്ചേ, നിന്റെ ഇഷ്ടപ്രകാരം വന്നതാണോ അതോ ഇവൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണോ? എടാ ഗുരുനാഥ, ഇവളുടെ ഇഷ്ടപ്രകാരമല്ലേ നീ കൊണ്ടുവന്നേ? ആ തോക്കിങ്ങെടുക്ക്, ഒന്നുകളയും ഞാൻ. ഞങ്ങളുടെ ചേട്ടനെ പേടിക്കണ്ട. ഗുരുനാഥ, ഇവളാള് കൊള്ളാലോ. ഒരു ഊമയെ തന്നെ നീ പോയി പ്രേമിച്ചല്ലോ. ഞാൻ ഊമ പെണ്ണോ
പെണ്ണൊന്നും അല്ല. എന്റെ വായിൽ നാക്കൊണ്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കും. കൊള്ളാം. ഇവിടെ മുഴുവൻ ആണുങ്ങളാണ്. ഒന്നും മിണ്ടരുത് നോക്കിയാ എന്റെ നേരെ തോക്ക് ചൂണ്ടി കാണിക്കാണല്ലേ? പൊന്നു കുഞ്ഞെ വിട്ടേക്ക്, തൊഴുതു പറയുവാ. തെറ്റ് പറ്റിപ്പോയി. ദേ ഈ പുഴയിലുള്ള മുതലേക്കാളും വലിയ നാക്കാ നിന്റേത്. കുറച്ച് സാമ്പാറും കൂടെ ഒഴിക്കട്ടെ? മതി മതി മതി. ചേട്ടാ കുറച്ചും കൂടി. മതിയോ? എന്താ പെണ്ണ ഇത്? അറിയാതെ ഊമേന്ന് പറഞ്ഞത് ശരിയാ, തെറ്റായി പോയി. എനിക്ക് കുറച്ച് സാമ്പാർ ഒഴിക്ക്. അങ്ങനെ വഴിക്ക് വാ. മതിയോ? മതി 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 മതി. നന്നായി വരും മോളെ. അയ്യോ മഹാഭാവികളെ, ശ്രദ്ധിച്ചു വെക്കടാ, അത് ചിലപ്പോ പൊട്ടിപ്പോകും. അല്ല ഇതില് നിങ്ങൾ എന്താ വെക്കാൻ പോണേ? ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് മാത്രം എടുത്തിട്ട് മിച്ചം വരുന്നതെല്ലാം ഇതിനകത്തങ്ങ് വെക്കും. അത് ഞാൻ വെക്കട്ടെ? ഇന്നാ ഇതൂടെ പിടിച്ചോ, അവിടെ വെച്ചോ. വെക്കുന്നേ അവിടെ. ചാന്ദിനി വരൂ, പോകണ്ടേ? സൂക്ഷിച്ചു പോണേ. എടാ ഗുരുനാഥ, അവൻ ആരെന്നാ പറഞ്ഞത്? നമ്മുടെ നാഗരാജനാ. 6 മാസമായിട്ട് നമുക്ക് അരിയും തുണിയൊക്കെ കൊണ്ടുവരുന്ന ആളില്ലേ? അവനല്ലടാ, അവനല്ലാതെ വേറെ ആരോ. ഓ, സേട്ടുവിന്റെ കാര്യമാണോ? അത് അവന് പരിചയമുള്ള ആളാന്നേ. ശരി, അവൻ ആരെങ്കിലും ആവട്ടെ. നല്ല തോക്കാണെങ്കിൽ മാത്രം കാശ് കൊടുക്കും. ശരി ശരി, അങ്ങനെ. ശരി, നീ കൊണ്ടുവിട്. ശരി, എന്നാ പോയിട്ട് വരട്ടെ. നോക്കി നടക്ക്. പോയിട്ട് വരട്ടെ. ശരി മോളെ. ഗുരുനാഥ. എന്താ ഏട്ടാ? ഒന്ന് നിന്നേ. ഇങ്ങി വന്നേ. എന്തിനാ വിളിച്ചേ? നീ ഒന്ന് ഇരിക്കടാ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാദ്യ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ജഗദീശ്വര. എന്താ ഇത്? അല്ല, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഗോവിന്ദ ചേട്ടാ, ഇത് ശരിയാണെന്നും പറയുന്നു, ശരിയല്ല എന്നും പറയുന്നു. എന്താടാ ചെയ്യണ്ടേ? അത് ശരിയാണെന്നാണല്ലോ പറയുന്നേ. ചേട്ടാ, എനിക്കൊന്നും സംഭവിക്കില്ല ചേട്ടാ. ഞാൻ പോയിട്ട് വരാന്നേ. എടാ ഇവിടെ വാ. എന്താ ഏട്ടാ? ഇവിടെ വാടാ. വരുന്നു. ഒരു കാര്യം ചെയ്യ്, നീയും ഗുരുനാഥനോടൊപ്പം പോയിട്ട് വാ. ഇവര് തോക്കിന് വില പറയുന്ന സമയത്ത് നീ തോക്കിൽ ലോഡ് ചെയ്ത് ദൂരെ നിന്ന് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കണം. ശരി, എന്നാ ചെല്ല്. എന്നാ പോട്ടെ. എത്ര പ്രാവശ്യം യാത്ര പറയുന്നേ? പോയിട്ട് വരാന്ന് പറയടാ. പോയിട്ട് വരാട്ടാ. വാ ഗോവിന്ദ, പോയിട്ട് വരട്ടെ. ശരി ചേട്ടാ. ചേട്ടാ ശ്രദ്ധ വേണം. വരട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് ചേട്ടാ. ഇനി എത്ര ദൂരം നടക്കണം? ഇനി കുറച്ച് ദൂരം ഉള്ളൂ. അടുത്തു. അവര് വന്നിട്ടുണ്ട്. ചാന്ദിനി, ഞാൻ പോയിട്ട് വരട്ടെ. വേഗം പോയിട്ട് വാ, എന്നിട്ട് മതി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. തോക്കെവിടെ? കാറിനകത്തിരിക്കുക. കാറിന്റെ അടുത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല. ഈ കാര്യം നീ ഇവരോട് പറഞ്ഞില്ലേ? ഹൈ റാം, അത്രയും വലിയ ഗണ്ണ് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നേ? 30,000 മേലെ 1 രൂപ തരില്ല, പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാ വാ ചേട്ടാ. ഈ സേട്ടുവിനെ നിനക്ക് നന്നായിട്ട് അറിയാവോ? നമ്മുടെ നാട്ടുകാരനാ. തോക്ക് കണ്ടല്ലോ അല്ലേ? ഞാൻ കണ്ടായിരുന്നു. ഹരേ ഭയ്യ, വരൂ വരൂ. നിങ്ങൾ മുമ്പോട്ട് നടന്നോ, ഞാൻ പുറകെ വരാം. നടന്നോ. ഞാൻ പോയിട്ട് വരാം, അവിടെ നിൽക്ക്. വരൂ ചേട്ടാ. ഞാൻ വരുവാ, നടക്ക്. ദോ ആ കാണുന്ന കാറല്ലേ? അതെ ചേട്ടാ. വേഗം. അവിടെ വേറെ ആരും ഇല്ലല്ലോ? ഏയ് ഇല്ല. നാഗരാജ്, ആ ഡിക്കി വേഗം ഓപ്പൺ ചെയ്യും. അയ്യോ, Shut up!
എനിക്ക് വീരപ്പൻ എവിടെയാണെന്ന് അറിയില്ല സാറേ. അയ്യോ എനിക്കറിയില്ല സാറേ. അയ്യോ എനിക്കറിയില്ല സാറേ. എനിക്കറിയില്ല വീരപ്പൻ എവിടെയാണെന്ന് ചെയ്യല്ലേ. സാറേ ഞാൻ പറയാം സാറേ. വീരപ്പൻ എവിടാന്ന് പറയാം. വീരപ്പൻ എവിടാന്ന് ഞാൻ കാണിച്ചു തരാം സാറേ. എന്ന് കാണിക്കണോ? കാണിച്ചു തരാം. ചെയ്യല്ലേ. അയ്യോ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ 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 എന്നെ ഒന്നും ചെയ്യല്ലേ. വീരപ്പനെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും സാറേ. രാവിലെ മുതൽ നീ ഞങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുക. ഇത് 6ാമത്തെ ഇടവാ. വീരപ്പൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാരും ചുറ്റി കറക്കിക്കൊണ്ടിരിക്കുക. അല്ലടാ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇങ്ങോട്ട് എഴുന്നേക്കണം. എന്നെ അടിക്കല്ലേ സാറേ. ഇത് 6ാമത്തെ സ്ഥലമാ. എല്ലാരും തോക്കൂരി ഇവനെ പെട്ടെന്ന് എല്ലാരും വിട്ടങ്ങോട്ടിട. നടക്കണം ഇങ്ങോട്ട്. നിങ്ങളല്ലേ ഇവിടെ നിൽക്കുക. എല്ലാരും ഇവിടെ തന്നെ കാണണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഡിഎഫ്ഒ ശ്രീനിവാസന്റെ തലയാണ് സാറേ അത്. അയ്യോ 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 അയ്യോ. അവൻ ചെയ്ത തെറ്റിന് അവൻ അനുഭവിക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോട് കൊടുക്കണം. പത്ത് മാസം കഴിഞ്ഞില്ലടാ. അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ മുഖം പോലും കണ്ടില്ലല്ലോടാ. ഇവനെ ജീവനോടെ നമുക്ക് കിട്ടിയാൽ വീരപ്പനെ പിടിക്കാൻ എളുപ്പമാണ് സാർ. നോ, ഒരു ചാൻസും ഇല്ല. ഇവ മനുഷ്യനല്ലോ. ഈ കാട് സ്വന്തം സ്ഥലമാക്കി ഇവന്മാർ അടക്കി വാഴുമല്ലേ. അടുത്ത ആഴ്ച നമ്മുടെ കല്യാണം തന്നെ പറഞ്ഞ വീരപ്പൻ എവിടെയാന്നങ്ങ് പറ. അവര് നമ്മള് വെറുതെ വിടും. നിർത്ത്. പറഞ്ഞു കൊടുത്താലും കൊല്ലും, പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കൊല്ലും നമ്മളെ. കണ്ടില്ലേ സോ, അവൻ പറഞ്ഞു കേട്ടില്ലേ. ഇവനെ നമ്മള് എന്തെല്ലാം ചെയ്യുമെന്നുള്ള കാര്യം നന്നായിട്ടറിയാം. ഓടറാ ഓട്. എങ്ങോട്ട്? ഞാൻ എന്തിനോടണം? എനിക്കറിയാം. നിങ്ങൾ ഓടാൻ പോവാ. വീരപ്പൻ വരൂ. ഇവിടെ വരുമല്ലടാ. നിങ്ങളെ ഓടിക്കും. എന്റെ പൊന്നുമുത്തല്ലേ കരയില്ല കേട്ടോ. അമ്മയല്ലേ കൂടെ. കരയില്ലേ, നല്ല കുട്ടിയല്ലേ. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മള് കുഞ്ഞിന് ഓരോ മരുന്ന് കൊടുത്തത്. വീണ്ടും എന്തിനാ ഇതിപ്പോ ഒരയ്ക്കുന്നത്? ഇത് കൊച്ചിന് കൊടുക്കാനുള്ളതല്ലേ ചേച്ചി, കോഴിക്കാ. ഈ മരുന്ന് നമ്മൾ കോഴിയുടെ ദേഹത്ത് പുരട്ടിയാലേ വെടി കൊണ്ട ശേഷം ബുള്ളറ്റ് നേരെ തിരിച്ചു വരും. എടാ അതിനെ പിടിച്ച് കെട്ടുക, അല്ലെ ഓടിപ്പോവും. നിന്നോടല്ലേ പറഞ്ഞത്. സെൽവി, ഈ മരുന്ന് നമ്മൾ കഴിക്കുവാണെങ്കിലേ പോലീസുകാർ വെടിവെച്ചാൽ നമുക്കൊന്നും ആവില്ല. അതാണ് ഈ മരുന്നിന്റെ ഗുണം. ആരെയോടെ അരച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ കറി എപ്പോഴാ തയ്യാറായെന്ന് നിനക്കറിയാവോ? എടാ ഗൗഡ, നീ പറയുന്ന പോലെയൊക്കെ നടക്കുവോ? എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ചേട്ടനൊരു കാര്യം അറിയുവോ? ഈ മരുന്ന് പുരട്ടിയതിനു ശേഷം വെടിവെച്ചാലുണ്ടല്ലോ ടാങ് എന്ന് പറഞ്ഞ ആ ബുള്ളറ്റ് പുറത്തേക്ക് വരുമെന്നേ. എടാ നീ ആ കോഴിയെ വേഗം പിടിക്കുന്നേ. ഈ മരുന്നിന്റെ ശക്തി പോകുന്നതിന് മുമ്പ് നമുക്ക് അതിനെ പരട്ടണം. പിടിക്ക് കോഴി വേഗം പിടിക്കുക. അങ്ങനെ തന്നെ. എല്ലാരും പുറകിലേക്ക് മാറിക്ക്.
ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഒന്ന് വെടിവെക്ക്. വെടിവെച്ച് നോക്കിയേട്ടാ. ബുള്ളറ്റ് നമ്മളെ നേരെ തിരിച്ചു വരുമെന്നേ. നോക്ക്, വെടിവെക്ക്. എടി സെൽവി, ബുള്ളറ്റ് നിന്റെ നേരെ തിരിച്ചു വരും. മാറിയിക്ക്. ശരി ശരി. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? മാറിയിരിക്കും അങ്ങോട്ട്. എടാ അർജുന, നീ വെടിവെക്ക്. എടാ ആ കോഴിയെ വെടിവെക്കടാ. എടാ നിക്ക് നിക്ക്. ആ ഇനി വെടിവെക്ക്. ആ വേഗം ആവട്ടെ. അത് കുഞ്ഞിന് കൊടുത്താ മതിയായിരുന്നു. അതില് ഞാനൊരു മരുന്നിറച്ചി ചേർക്കാനുണ്ടായിരുന്നു. അത് ഞാനങ്ങ് മറന്നുപോയി. അവിടെ നിക്കടാ. എടാ നിക്കാൻ എന്നോടാ പറഞ്ഞേ. നിക്കടാ. അതല്ല സെൽവി, ഞാൻ അതിനകത്തൊരു മരുന്ന് ഇറക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബുള്ളറ്റ് തിരിച്ചു വന്നാനേ. മനസ്സിലായി. വേഗം വാ, എഴുന്നേറ്റ് വാ. ആ മരുന്ന് ഈ കൈ കൊണ്ടല്ലേ അരിച്ചത്. എനിക്ക് വെടിക്കൊണ്ടിട്ടില്ല. വേഗം വാ, എഴുന്നേക്ക്. വേഗം വാടാ. ഇവിടെ വാടാ. വേഗം വാ, വേഗം വാടാ. വീരപ്പൻ എവിടെ ഉണ്ടെന്ന് പറ. എനിക്കറിയില്ല. നിന്റെ കൂടി ഞാൻ പറയിപ്പിക്കും. ചേച്ചി വേഗം വാ. ചേട്ടാ താഴെ താഴെ. Find out, find out. They must be somewhere here. They must be hiding somewhere here. Find it out. Shut them up. Come back, come back, come back. Move up, move up. Move, 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 move. See that side. See that side. Watch around, watch around. ചേട്ടാ ചേട്ടാ കുഞ്ഞിന്റെ ജീവൻ ശ്വാസം നിന്നുപോയി.
തലയിൽ വേണം നാളെ ആടിനെ മേയ്ക്കാൻ പോകാൻ. കണ്ടില്ലേ ഇവിടുത്തെ മഹേഷ് തീരാറായി. ചേച്ചി പിടിച്ച് പോലീസിന് കൊടുത്ത 6 പേരെയും വെറുതെ വിടാൻ പാടില്ല. അളിയൻ നാട്ടിലെത്തിയിട്ടുണ്ട്. 9090718885. ഈ നമ്പറിൽ 2 പ്രാവശ്യം മെസ്സേജ് അയക്കണം. പട്ടിക്കിട്ട് കൊടുക്കും. ഇതെന്താ? അതെ, ഉപ്പുമാവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? കൊടുക്ക്. ആ പിന്നെ ഞാൻ കാട്ടിലല്ലേ, എനിക്കൊരു ശല്യമില്ല. നീ നാട്ടിലല്ലേ, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാ കുഴപ്പം. മനസ്സിലായോ? അറിയാവേ. കർണാടകത്തിന്റെ കണ്ണിലുണ്ണിയായ ഡോക്ടർ രാജ്കുമാറിനെ ചന്ദനക്കള്ളൻ വീരപ്പൻ ദൊഡ്ഡഗാജനൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം മരുമകൻ ഗോവിന്ദരാജ്, കോ പ്രൊഡ്യൂസർ നാഗപ്പ മാറടക്കി, കൂടാതെ നാഗേഷ് എന്ന ആളെയും തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചിരിക്കുന്നു. May I come in, sir? Yes. Sir, is it okay? Yeah, it's okay. Okay, sir, I will handle it. Vijita, immediately go to Rajkumar sir's house and take all VIPs interviews. Got it? This kidnap will become a sensational cover story. Take Ashok with you. Go fast. Okay, Move. sir. Yeah. വരട്ടെ സാർ. എടാ, അത് സാറിന് കൊടുക്ക്. ശരി ഏട്ടാ. ഇത് കഴിക്കൂ സാറേ. എനിക്ക് വേണ്ട സാറേ, അത് വാങ്ങി കഴിക്ക്. അയ്യോ, ഒന്നും വേണ്ടേ, നിങ്ങൾ കഴിച്ചോ. ഗോവിന്ദ, എന്താ ഭാര്യ വിളിക്കുന്നുവെന്ന് പറഞ്ഞല്ലേ ഇയാളെ വിളിച്ചോണ്ട് വന്നത്? ഇയാളെ കണ്ടിട്ട് ഒരു സന്യാസിയെ പോലെ ഉണ്ടല്ലോ. എടാ, ഇയാൾക്ക് വേണ്ടി 15,000 ചെലവായി. അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒന്ന് ചുമ്മാതിരിക്കും ചേട്ടാ.
കൈ നിറയെ കാശ് വരാൻ പോകല്ലേ. ഇങ്ങനെ കർണാടകത്തിലെ വലിയ പേര് കേട്ട ആളാണേ. എത്ര ചോദിച്ചാലും തരാൻ മടിക്കില്ല. ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് ബാംഗ്ലൂർ സിറ്റിയിലുള്ള അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം അക്രമാസക്തരായിരിക്കുകയാണ്. സിറ്റിയിലുള്ള എല്ലാ കടകളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. റോഡിലൂടെ വണ്ടികളൊന്നും ഓടാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സിറ്റിയിൽ ജനങ്ങളെല്ലാം ദയവായി സംയമനം പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട DIG ദിനകരൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഈശ്വര, അതൊക്കെ നടക്ക്. വരൂ വരൂ, വേഗം ഇവിടേക്ക് വാ. വെള്ളം കളയരുത്, കുടിക്കാൻ അത് മാത്രമേ ഉള്ളൂ. എന്റെ ഈശ്വര, ഈ വെള്ളം കുടിക്കണമെന്നോ? കറുപ്പാ, അത് കളയാതെ ഒഴിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഒന്ന് വേഗം ആവട്ടെ, കതിർമലയ്ക്ക് പോണം. ചേട്ടാ, അയാളോട് നമ്മുടെ പച്ച നടത്തുള്ള ട്രഷറാൻ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടെന്ന് പറയുന്നു. എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. എന്താ ചേട്ടാ ചെയ്യുന്നേ? നീയല്ലേ പറഞ്ഞത് അദ്ദേഹം വലിയ ആളാണെന്ന്. നമ്മൾ സഹിച്ചേ പറ്റൂ. എന്ത് ചെയ്യാനാ? വളരെ ശ്രദ്ധിക്കണം. വെള്ള തുണിയായതുകൊണ്ട് പോലീസിന്റെ കണ്ണിപ്പെടും. ഹലോ, കേൾക്കുന്നുണ്ടോ? വീരപ്പൻ ചേട്ടാ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. എന്നെ നിങ്ങളുടെ അനിയത്തിയായിട്ട് കരുതിയോ മതി. അദ്ദേഹത്തെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഞങ്ങൾ ആരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കും തോറും എന്റെ നെഞ്ച് പൊട്ടുകയാണ്. നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീരപ്പൻ ചേട്ടാ, ചേട്ടൻ കാസറ്റി പറഞ്ഞതുപോലെ ഇവിടെയുള്ള 2 ഗവൺമെന്റും ചേട്ടൻ ചോദിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? മരുന്നുകളൊക്കെ സമയാസമയത്ത് കഴിക്കുന്നുണ്ടോ? ഒന്നും ആലോചിച്ച് മനസ്സ് നീറണ്ട. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. നമ്മുടെ ലക്ഷ്മിയുടെ മകൾ സരസ്വതിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അപ്പൂപ്പൻ എവിടെയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൂപ്പ. അപ്പൂപ്പ എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല. രാഹുവിന്റെ മകൻ ഗുരുവിന് സംസാരിക്കണമെന്ന്. ഞാൻ ഗുരുവാ. ഞാൻ സംസാരിക്കുന്നത് അപ്പൂപ്പന് കേൾക്കാമോ? അപ്പൂപ്പൻ എന്നാ വരുന്നത്? ഒന്ന് വേഗം വാ അപ്പൂപ്പ, പ്ലീസ്. വീരപ്പൻ അങ്കിൾ, എന്റെ അപ്പൂപ്പനെ വേഗം വിടണേ. എന്റെ അപ്പൂപ്പനെ എനിക്ക് വലിയ ഇഷ്ടമാ. എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ സമ്മതിച്ച 2 സംസ്ഥാനത്തിനും ദോഷം ചെയ്യും. ഇല്ല. സാറേ, ചേട്ടൻ പറയുന്ന അനുസരിച്ചാൽ വേഗം വീട്ടിൽ പോകാം. വീട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ഞാനതൊരിക്കലും പറയില്ല. ചന്ദന കള്ളക്കടത്ത് വീരപ്പൻ ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് 40 ദിവസങ്ങളാകുന്നു. ഈ അവസ്ഥയിൽ 2 രാജ്യത്തെ മുഖ്യമന്ത്രികളും ഒത്തുകൂടി ഒത്തുതീർപ്പിനായി നക്കീരൻ ഗോപാലിനെ കാട്ടിലേക്ക് അയക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. കാലിന്റെ വേദന മാറാൻ ഉടുമ്പിന്റെ എണ്ണ തേക്കാൻ തന്നത് വീരപ്പനാകട്ടോ. സാറേ, ഒരു വാർത്തയുണ്ട്. മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് നക്കീരൻ ഗോപാലിനെ അയച്ചിട്ടുണ്ട്. വരും. ഈശ്വരൻ കൈ. എന്താ നീ എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഗോപാലനെ കണ്ടില്ലായിരുന്നു. ലക്ഷ്മിക്കും മോൾക്കും കത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഓ, നല്ല കാര്യം. ഒരു 4 വരി എഴുതാനുള്ള സ്ഥലം എനിക്ക് വിട്ടേക്ക്. പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും എഴുതാനാ. ശരി. ഗോപാലിനെ സൂക്ഷിച്ചു കൊണ്ട് വിട്ടിട്ട് വരണം.
വീരപ്പാ, എനിക്കിപ്പോ 72 വയസ്സായി. എൻ്റെ ആരാധകരെല്ലാം എന്നെ ഓർത്ത് കരയുകയായിരിക്കും. ഞാനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടെയുള്ളവരെല്ലാം പ്രായം കുറഞ്ഞവരാ. അവരെയെങ്കിലും പറഞ്ഞു വിടുവോ? ഞാനിവിടെ നിന്നോളാം. എത്ര കാലം വേണമെങ്കിലും നിന്നോളാം. എന്തു പറയുന്നു? നിങ്ങളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. ഞാൻ പറയുന്നത് ചേട്ടാ. സാറേ, സാറിന്റെ പുതിയ പടം ഏതാ? കോൾ ഷീറ്റ് ആർക്കാ കൊടുത്തിരിക്കുന്നേ? കോൾ ഷീറ്റാ? ആ, നാഗപ്പനാ പറഞ്ഞത്. കോൾ ഷീറ്റ് മുഴുവനും നിനക്കല്ലേ തന്നേക്കുന്നത്? 10 ദിവസം എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ 50 ദിവസം കഴിഞ്ഞില്ലേ? എന്നെ എപ്പോഴാ അയക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. എന്നെ ജീവനോടെ വിട്ടാൽ കാൾ ഷീറ്റ് ആർക്ക് കൊടുക്കാമെന്ന് പറയാമായിരുന്നു. നല്ല തമാശക്കാരനാണല്ലേ? അതാണല്ലോ എന്റെ ജോലി തന്നെ. നിങ്ങളെയൊക്കെ ഞാൻ ചിരിപ്പിച്ചത് കണ്ടില്ലേ? വീരപ്പ, എനിക്ക് നിന്റെ മീശ ഒന്ന് കാണണം, നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് എത്ര നാൾ ആഗ്രഹിച്ചെന്നറിയാവോ? എൻ്റെ ആഗ്രഹം നിറവേറ്റി തരുന്നതിന് വേണ്ടി സാക്ഷാൽ ഈശ്വരൻ തന്നെ എന്നെ നിന്റെ കൂടെ അയച്ചു. എന്താണെന്നറിയില്ലേ? ഇത് വീരപ്പനാ. ഇത് വീരപ്പനാ. സാറേ, ഏത് പ്രായത്തിലാ ഈ വേട്ടയാടൽ തുടങ്ങിയെന്നറിയോ? എന്റെ 7ാമത്തെ വയസ്സിലാ. ഓ, 7 വയസ്സിലോ? സാറേ, ആദ്യം മാനെയാ വെടിവെച്ചേ. മാനാണെങ്കിൽ വളരെ ചെറുത്. അതിന്റെ കൊമ്പ് ഇത്രയും വലുതായിരുന്നു. മാൻ അവിടെ നിന്നതും ഞാൻ ഇവിടെ നിന്നിട്ട്, ദേ സാറേ, ഞാൻ ഇവിടെ നിന്നിട്ട് ഔ എന്ന് കൂവി. മാൻ തിരിഞ്ഞു നോക്കിയതും ടപ്പാന്ന് ഒറ്റ വെടിയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? വെടിവെച്ച് 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 മുയലിനെ വെടിവെച്ചു, പന്നിയെ വെടിവെച്ചു, പോത്തിനെ വെടിവെച്ചു, പിന്നെ ആനയെ പോലും ഞാൻ ടക ടക ടകയെന്നും പറഞ്ഞ് വെടിവെച്ചു. സാറേ, നോക്ക് സാറേ, 2 കണ്ണുകളിൽ നോക്കി നെറ്റിയിലാണ് ഞാൻ വെടിവെക്കാറ്. സാറേ, പിന്നെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാൻ ഓക്കിന്റെ കുഴലി ഞാൻ നേരെ ചൂടിയിട്ട് ഒരൊറ്റ വെടിയാ കിടുകിടാന്ന്. സാറേ, ബാക്കി കേക്കണ്ടേ സാറേ? അങ്ങനെ കിടുകിടാന്ന് കിടഞ്ഞു വീഴുന്നത് ഞാൻ നോക്കി നിൽക്കും. ഗോവിന്ദ, എന്തോ നീ ഒന്ന് വെച്ചാ മതി. ശരി, ഞാനൊന്ന് മയങ്ങട്ടെ. കിടന്നു. സാറേ, അച്ഛാ, ഇന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. എല്ലാ വർഷവും ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വർഷം ഞാൻ ഈ കാട്ടിലായി പോയല്ലോ. ഗോപാലൻ്റെ ദയ കൊണ്ട് ഈ കാട്ടിനുള്ളിൽ അച്ഛൻ്റെ ഫോട്ടോയെങ്കിലും കണ്ടെനിക്ക് ആരാധിക്കാൻ പറ്റി. എൻ്റെ മനസ്സിന് തൃപ്തിയായി. സാറേ, അച്ഛാ, ഈ വർഷം അച്ഛന് തരുവാനായി ഇത് മാത്രമേ ഉള്ളൂ. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. അടുത്ത വർഷം ഞാൻ ജീവനോടുണ്ടെങ്കിൽ അങ്ങയുടെ കർമ്മങ്ങൾക്ക് തടസ്സം വരില്ല. ഇത് സത്യമാണ് അച്ഛാ. വേണ്ട വരപ്പാ, ഒന്നും ചെയ്യരുത്. വേണ്ട വരപ്പാ, ഒന്നും ചെയ്യല്ലേ. അവനൊന്നും ചെയ്യണ്ട. കർണാടക
കർണാടകയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഡോക്ടർ രാജ്കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന നാഗപ്പ മാറടകി വീരപ്പന്റെ രഹസ്യ സങ്കേതത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിനാൽ ഡോക്ടർ രാജ്കുമാറിന്റെ ആരാധകർ ഭീതിയിലാണ്. സർ, ഇന്ന് 100 ദിവസം തികഞ്ഞു. നെടുമാറൻ കാട്ടിലേക്ക് പോകുന്നു. എനി ടൈം രാജ്കുമാർ സർ റിലീസ് ആവുന്നതാണ് തോന്നുന്നത്. Go and cover all the incidents. സാറേ, ആ കൈയും പതുക്കെ പതുക്കെ വരണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. ഗോവിന്ദ, അതുങ്ങതാ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തിനാ വീരപ്പ ഈ വനവാസമൊക്കെ? ഇതെല്ലാം കളഞ്ഞിട്ട് ഒരു സാധാരണക്കാരനായി ജീവിച്ചൂടെ നിനക്ക്? ആലോചിച്ചു നോക്കണം. എന്നാ ഞാൻ വരട്ടെ. നോക്ക്, ഞാൻ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജോലി ഞാൻ ചെയ്തു തീർക്കും. പിന്നെ ഞാൻ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാ, കുറച്ചു താമസിച്ചു. നാളെ രാവിലെ വീട്ടിലേക്ക് വരൂ. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്ക് വേണ്ടത് കൊണ്ടുപോകും. ഞാൻ ഇന്ന് ഈ കേസറ്റ് കൊണ്ട് CM-ന് കൊടുക്ക്. വേഗം പോ. കാട്ടുകള്ളൻ വീരപ്പൻ തീവ്രവാദി ഇളവരശനോടൊപ്പം ചേർന്ന് കർണാടകത്തിന്റെ മുൻ മന്ത്രി നാഗപ്പനെ കാമഗിരി എന്ന ഗ്രാമത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്താ ഡിമാൻഡ്? റിലീസോ? ആരെ റിലീസ് ചെയ്യാൻ? വെള്ളം വെള്ളം, എനിക്ക് നടക്കാൻ വയ്യ. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഗവൺമെന്റിന് അനക്കമില്ല. കുളത്തൂർ മണിയെയും മുത്തുകുമാറിനെയും വിടുന്ന ലക്ഷണമില്ല. അതും മാത്രവുമല്ല, പോലീസുകാർ ഈ കാടിനുള്ളിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുക. ഇനി ഇയാളെയും കൊണ്ട് ഈ കാടിനകത്ത് നമുക്ക് നടക്കാൻ കഴിയില്ല. വെറുതെ വിട്ടേക്കാമെന്ന് കരുതിയ പോലീസിനെ പേടിച്ച് വീരപ്പൻ പറഞ്ഞു വിട്ടതാണെന്ന് ഓർക്കും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഈ ഡീൽ ഒന്ന് അവസാനിപ്പിക്കണം. ഭയങ്കര കളിയല്ലേ അവന്മാര് കളിപ്പിക്കുന്നത്. എന്താടാ ഇതുവരെ അവനെ വിരട്ടി ഓടിച്ചില്ലേ? ചേട്ടാ, അവന്റെ തലയ്ക്ക് വട്ട, അവൻ പറഞ്ഞ കേക്കത്തില്ല. കീറും ഞാൻ. വേഗം പോടാ. ശരി കേട്ടോ. പോടാ. എത്ര പറഞ്ഞാലും നീ കേക്കില്ലല്ലേ? കണ്ടുപോരുത്. അടി. പോലീസാ, ഓടിക്കോ. തിന്നാന്താ.
You have done a commendable job for this 23 months as the city commissioner. Veerappan's issue has become a great nuisance and headache for both the states. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. I have spoken to Karnataka Chief Minister Krishnaji also. You have been appointed as Joint STF Chief to nab Veerappan. You will be given free hands. There will be no interference from my government. Put an end to this. Okay, madam. Mr. Kannan. Sir. കവർ ഇങ്ങെടുത്തോണ്ട് വരും. Sir. അവർ വരുന്നുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് വരാം. Okay, sir. വരൂ. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? സുഖമാണ് സർ. അല്ല, നിങ്ങളെന്തിന് ഇങ്ങോട്ട് വന്നത്? ഞാൻ സാറിനോട് കാശ് ചോദിക്കാൻ വന്നതല്ല, ഒരു മെസ്സേജ് പറയാൻ വന്നതാ. എന്ത് മെസ്സേജ്? സർ. ഇത് വെച്ചോളൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ധൈര്യമായി പോയിട്ട് വാ. അങ്ങനെ ആയിക്കോട്ടെ സാർ. പാവം, സ്വർഗമെന്റ് ബ്ലാസ്റ്റിൽ അയാളുടെ കാല് നഷ്ടപ്പെട്ടു. And he gave a very important information. ഏതോ ഒരു എക്സ് മിലിറ്ററി മാനാണ്. കാട്ടിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. കീപ് ഇറ്റ് ഓൺ പ്രയോറിറ്റി. ഓക്കെ സാർ. അനിയൻ എന്തെങ്കിലും അറിയിക്കാൻ പറഞ്ഞിരുന്നു? പറഞ്ഞു. എന്താ? കാടിനകത്ത് ആളുകൾ വളരെ കുറവാണെന്ന്. അതുകൊണ്ട് വീരപ്പന് തോക്കിലും ബോംബിലും സാമർഥ്യമുള്ള ആരെങ്കിലും ഈ ജയിലിലുണ്ടെങ്കിൽ അവിടേക്ക് വേഗം പറഞ്ഞയക്കാൻ പറഞ്ഞു. വേഗം വേണം. മതയാ, ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം. അന്നേരം നല്ലൊരു വാർത്ത കേൾക്കാൻ ഇടയുണ്ടാകും. ശരി ശരി സാർ. ആ മാതയനോട് സംസാരിക്കുന്ന ആളില്ലേ, അയാളാരാ? അയാളാണോ? എക്സ് മിലിറ്ററി മാൻ. ഈ 2 മാസത്തിനുള്ളിൽ 6 പ്രാവശ്യങ്ങളും വന്ന് കണ്ടു കാണും. 6 times. ഓക്കെ സാർ. ജയിലിൽ ഈ മാതയൻ്റെ അടുത്ത് ആരൊക്കെയാണ് ലോഹിക്കാരുള്ളത്? 98 കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നില്ലേ, അത് ചെയ്ത മലയാളി അക്യൂസ്റ്റുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. ഓഹോ, കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ്. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഇൻ ഡീറ്റെയിൽ. യെസ് സാർ. ബായ്, ബോംബ് വെക്കാൻ ഒരു 4 പേരെ ആവശ്യമുണ്ട്. വീരപ്പൻ അങ്ങയോട് ചോദിക്കാൻ പറഞ്ഞത്. എന്നെ സഹായിക്കണം. ആരെ അയച്ചാലും മാതയും വിശ്വസിക്കുമോ? വിശ്വസിക്കാതിരിക്കുന്നു തോന്നുന്നു സാർ. ജയിലിൽ അവർ 2 പേരും ഒരുമിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നു കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. മാതയൻ എന്ത് പറഞ്ഞാലും വീരപ്പൻ കേൾക്കും സാർ. ഐ മീൻ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് വയസ്സായില്ലേ? ഇനി നിങ്ങൾ ബൈപ്പാസ് സർജറി എല്ലാം കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു സാർ. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല മാഡം. താങ്ക് യു മാഡം. മാതയനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതായത് മാതയൻ സെലക്ട് ചെയ്ത് കാട്ടിലേക്ക് അയക്കുന്നവരെ നമ്മളും ഉപയോഗിക്കണം സാർ. അതിന് പകരം സാർ, നമ്മൾ ട്രെയിൻ ചെയ്ത ആൾക്കാരെ മാതയൻ അയച്ചതെന്നും പറഞ്ഞ് വീരപ്പൻ്റെ അടുത്തേക്ക് അയക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. എല്ലാവരും 4 മണിക്ക് എഴുന്നേറ്റ് 5 പ്രാവശ്യമെങ്കിലും നമാസ് ചെയ്യാൻ മറക്കരുത്. SP चंदामर कन्नन आपसे बात करना चाहते हैं अकेले. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങളും അനുസരിക്കുമല്ലോ. നിങ്ങൾ അയക്കുന്ന ആൾക്കാര് എന്റെ ആൾക്കാരായിരിക്കണം. ടീം റെഡിയാണ് സാർ. ഗുഡ്. അവർ ബോയ്സ്. ഗുഡ് മോർണിംഗ്. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളെല്ലാം ജയിലിലായിരിക്കും. ഇതുവരെ നിങ്ങൾ പോലീസായിരുന്നു, ഇനി അങ്ങോട്ട് ടെററിസ്റ്റ്. വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, പോലീസിന്റെ കണ്ണ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ടെററിസ്റ്റിന്റെ കണ്ണിൽ നശിപ്പിക്കാനുള്ള ആവേശവും കൂടെ ഭയവും ഉണ്ടാവും.
നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു ചെറിയ ഭയമുണ്ടായിരിക്കണം. ഓക്കെ? എനിവേ ബോയ്സ്, യു ഷുഡ് ബി വെരി കോഷ്യസ്. ഗുഡ് ലക്ക്. സാർ, ഒരു കാര്യം, നമ്മൾ ഇവിടുന്ന് അയച്ച ആൾക്കാരെ കർണാടക STS പോലീസുകാർ അടിച്ച് ജയിലിലിട്ടിരിക്കുക. ഓ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ലേ? ഇല്ല സാർ. ഗുഡ്. ഡു വൺ തിങ്. സർ, അവരെത്രയും വേഗം ജാമ്യത്തിലെടുത്ത് പുറത്തു കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ സാർ. ഈസ് എവറിത്തിങ് ക്ലിയർ? യെസ് സർ. ചേട്ടാ നിക്ക് ഞാനെടുക്കാം. ചേട്ടാ വീരപ്പൻ ചേട്ടനല്ലേ? ചേട്ടാ വെള്ളം വേണം ചേട്ടാ. ആ ഒഴിക്കേ. ചേട്ടാ ഞാനിവിടെ ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ചേട്ടാ, ഞങ്ങൾ അടുത്ത സെല്ലാണ് കിടക്കുന്നത്. വീരപ്പന്റെ ചേട്ടനാന്ന് കേട്ടു. ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, അങ്ങനെയാണോ? വീരപ്പന് ആള് വേണമെന്നല്ലേ പറഞ്ഞത്? വാലേക്കും അസ്സലാം. ഇതാ ഞാൻ പറഞ്ഞ പിള്ളേര്. ഇവരെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട് ഭായി. നമ്മുടെ പിള്ളേരെ ബോംബിടാൻ നല്ല മിടുക്കന്മാരാ. ഓ, അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യ്, പൊയ്ക്കോ. നമുക്ക് പിന്നീട് കാണാം. ആ, ഈ 4 പേരെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്യാൻ ഭായി. വളരെ നന്ദിയുണ്ട്. ശരി ഭായി. വീരപ്പന്റെ അടുത്തേക്ക് വരാൻ 4 പേര് റെഡിയാണ്. എവിടെയുണ്ട്? ഇവിടേക്ക് വന്നേ. ഇവരാവര്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കാം. പൊയ്ക്കോ. പൊയ്ക്കോ, വേഗം പറഞ്ഞു വിട്ടേ. വീരപ്പനോട് ഉടനെ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാൻ പറയണം. റിലീസ് സമയത്ത് ഞാൻ തന്നെ വന്നു കൊണ്ടുപോയിക്കോളാം. എന്നാ ഞാൻ പറയട്ടെ. ഓക്കെ. ചേട്ടാ വരുമ്പോ ശരി പോകാം. ഈഗിൾ ഹിയർ സാർ. Yeah, tell me. അവരെല്ലാം റിലീസായി സാർ. Good. Let them come back to us. Okay? അല്ല ചേട്ടാ, വീരപ്പൻ താമസിക്കുന്ന ഇവിടെ തന്നെയാണോ? ഇതല്ല, കാടിന്റെ അതിർത്തി തുടങ്ങിയതേ ഉള്ളൂ. ഇനി 4-5 മല നമ്മൾ കയറി ഇറങ്ങണം. ഇനി എത്ര ദൂരം നടക്കേണ്ടി വരും? ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാലെങ്ങനെയാ? വീരപ്പന് എളുപ്പം കാണാൻ പറ്റൂ? കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോയല്ലോ ചേട്ടാ. ആ ശരി. എന്താ മിലിറ്ററി, വലിയ ബോംബ് വെപ്പുകാരെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ പേടിക്കുന്നത്? വീരപ്പനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അതുകൊണ്ടാ പേടിച്ചു പോയത്. എന്നാ ബോംബ് വയ്ക്കുന്ന കാര്യത്തിലേ ഈ പിള്ളേര് നല്ല മിടുക്കന്മാരാ. എഴുന്നേക്ക്, വാ വാ. ബാഗെല്ലാം മറക്കാതെ എടുത്തോ, നടക്ക്. ചേട്ടാ, ഞങ്ങൾ അഗ്രഗണ്യന്മാരാ. ഒരു ബോംബിട്ടാൽ ഒരുത്തനും രക്ഷപ്പെടില്ല. എവിടെ വെക്കണമെന്ന് പറഞ്ഞാ മതി. വിജയകുമാർ STF ഈ കൊടും വനത്തിൽ വന്ന് എന്നെ പിടിക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുക. നിങ്ങൾ വെക്കുന്ന ബോംബില് അവനും അവന്റെ കൂട്ടാളികളെയും നേരെ പരലോകത്തേക്ക് തന്നെ അയക്കും. അവൻ ഏത് റൂട്ടിൽ വരും? അവൻ 2 റൂട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നിധിപുര റോഡ്, രണ്ടാമത്തേത് വച്ചടപ്പ അമ്പലത്തിന്റെ അടുത്തുള്ള റോഡ്. അല്ല ഗോവിന്ദ,
ആ വിജയകുമാർ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വേഗം ബോംബ് റെഡിയായിക്കോ. ബോംബ് എവിടെ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹലോ ഈ സ്പീക്കിംഗ് സാർ. പറയ്. സാർ, വീരപ്പന്റെ ആൾക്കാർ ബോംബ് വെക്കാൻ പോകുന്നു സാർ. എവിടെ? കത്തിരിമല ഡാമിന്റെ അടുത്താണ് സാർ. സാർ, നിങ്ങൾ വരുന്ന വിവരം അവർക്ക് ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അടുത്തേക്ക് പോലും വന്നില്ല. ദൂരെ മാറി നിൽക്കുകയായിരുന്നു. ബോംബ് പൊട്ടിയാലും അവർക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് 4 പേരെയും സംശയമുണ്ട്. ഇവനെയൊക്കെ വെട്ടിവെച്ച് കൊന്നു കളയണം. ഗോവിന്ദ, ആ 4 പേരെയും നിങ്ങളിപ്പോ കൊന്നു കളഞ്ഞ ജയിലിൽ കിടക്കുന്ന മാതേന്റെ അവസ്ഥ എന്താവും? ഗോവിന്ദ ചേട്ടാ, അവർ 20 ദിവസമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അവർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്നെ നമ്മളെ കൊണ്ടുപോകുമായിരുന്നു. അവരാരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മിലിറ്ററി ആ പിള്ളാരോട് സ്വന്തം നാട്ടിലേക്ക് പൊയ്ക്കോ, ആവശ്യമുള്ളപ്പോൾ നമ്മൾ വിളിച്ചോളാമെന്ന് പറ. ശരി. എന്നിട്ട് നിങ്ങൾ മുത്തുകുമാർ പറഞ്ഞ നക്സലൈറ്റ് ആൾക്കാരില്ലേ, അവരെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ശരി ഗോവിന്ദ, മിലിറ്ററിക്ക് കാശ് കൊടുത്തയച്ചേക്ക്. കോയമ്പത്തൂർ ജയിലിൽ പോയിട്ട് വരട്ടെ. ഇത് സ്വർഗമടി എന്ന സ്ഥലമാണ്. ഇവനാണ് സൈമൺ. കുഴിബോംബ് കൊണ്ട് നിറയെ പാറകൾ പൊടിയാക്കി മാറ്റി. സൈമൺ, ആ ഗോപാലകൃഷ്ണന്റെ തല പൊട്ടിത്തെറിച്ച് തലച്ചോറ് ചിതറണം. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടക്കണം. ദാറ്റ് വർ വെരി ഇമോഷണൽ. ഇനി ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളുടെയും ജീവൻ ഇനി നഷ്ടപ്പെടാൻ പാടില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ സർ. From today, Operation Cocoon starts. I just need the list of men who are going to work with us in this operation. ഓൾറെഡി ഈ ടീമിൽ വർക്ക് ചെയ്ത ആൾക്കാരാ. ഷൺമുഖവേൽ, ഹുസൈൻ, ചിന്നസ്വാമി, എൻ തിരുനാവുക്കരസ്, രാജരാജൻ, മോഹൻ നവാസ്, തമിഴ് സെൽവം, ശരവണൻ, മുരുകേഷ്, ഇവരൊക്കെയാ സർ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് മേക്ക് ഷുവർ ഓഫ് വൺ തിങ്. നിങ്ങൾ ആരെയെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാലും അത് മറ്റാരും അറിയാൻ പാടില്ല. യെസ് സർ. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. ഇനി മുതൽ നമ്മൾ പോലീസ് വെഹിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല.
ഇവിടെ നടക്കുന്ന ഒരു ചെറിയ കാര്യം പുറത്ത് ലീക്കായാൽ ഒന്നുകിൽ അത് പറഞ്ഞ ഞാനായിരിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളായിരിക്കും. ഓക്കെ സർ. റിലാക്സ് ബോയ്സ്. എനിവേ താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ശരി, വീരപ്പന് പുറത്തുനിന്ന് വേറെ എന്തെല്ലാം സോഴ്സസ് ആണ് ഉള്ളത്? സർ, 20 ദിവസം ഞങ്ങൾ കാടിനകത്തുണ്ടായിരുന്നല്ലോ. എന്നാൽ അങ്ങനെ ഒരു സോഴ്സ് ഉള്ള കാര്യം അറിയില്ല സർ, എക്സെപ്റ്റ് നെല്ലിക്കൊപ്പം രമേഷ് ആൻഡ് എക്സ് മിലിറ്ററി മാൻ. ഓക്കെ, ഡു വൺ തിങ്. വീരപ്പൻ നിങ്ങളോട് എവിടെ താമസിക്കാൻ പറയുന്നുവോ അവിടെ താമസിക്കണം. വേറെ ഒരു സ്ഥലത്തും കാണാൻ ഇടയാകരുത്. ഓക്കെ? ഡിസ്മിസ് നൗ. ഗുഡ് ലക്ക്. നെക്സ്റ്റ് ലീഡറിന്റെ അടുത്ത് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മുത്തുകുമാരൻ പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആയുധങ്ങളും അവർ തരും. അത് വളരെ ഭദ്രമായി വീരപ്പനെ ഏൽപ്പിക്കണം. ആട്ടോ വാ. ഓ, സാറുണ്ടായിരുന്നു. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. സാരമില്ല, കയറിക്കോ. വേണ്ട, ഞാൻ വേറെ ഓട്ടോയിൽ വന്നോളാം. ഇങ്ങോട്ട് വാ. വേണ്ട കേറണേ. കേരളോ അങ്ങോട്ട്. കേറാതെ കേറ. വണ്ടിയുണ്ട്. വരൂ, ഇവിടെ ഇരിക്കേ. സർ. ഇരിക്കടോ. നോക്ക്, നിങ്ങളുടെ ഫോട്ടോ കാണാം. മിസ്റ്റർ കണ്ണൻ. സർ. 4 ടെററിസ്റ്റുകൾ, അതും ബോംബ് സ്പെഷ്യലിസ്റ്റുകൾ വീരപ്പൻ്റെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് വന്നിരിക്കുന്നു. ഇവൻ എന്ത് ചെയ്യണം? ഇവന് വിസ കൊടുത്ത് അയക്കാം സാർ. വികലാംഗയായ ഒരു മകൾ, ജോലിയും കൂലിയില്ലാത്തൊരു മകൻ, ഇവരുടെ ഗതി എന്താവും? സാർ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല സാർ. ഇവനെ മേലേക്ക് അയക്കുന്നതാ നല്ലത്. ഉറപ്പിച്ച് പറയാണ്. വലിക്കട്ടെ. എന്നെ ഒന്നും ചെയ്യല സാർ, ഞാനെല്ലാം പറയാം സാർ. എഴുന്നേക്ക്. ചോദിക്കും. സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക. അവൻ തരുന്ന ചില്ലറ പൈസക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുത്ത ആളാണ് സാറേ ഞാൻ ഇങ്ങനെയുള്ള ജോലി ചെയ്യില്ല സാറേ. എന്നെ വെറുതെ വിടണം സാറേ. നോക്ക്, ഒരു മിലിറ്ററിക്കാരന്റെ കണ്ണ് ഒരിക്കലും നനയാൻ പാടില്ല. കയറിയിരിക്കെ, ധൈര്യമായിരിക്കേ. മിസ്റ്റർ കണ്ണൻ, കൊടുക്ക. സാർ. ഇത് നിങ്ങൾ പിടിക്കണം. നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം. എല്ലാം നിങ്ങൾക്കാ. എന്തിനാ വീരപ്പൻ്റെ അടുത്ത് നക്കാപ്പിച്ചയ്ക്ക് ജോലി ചെയ്യാൻ നടക്കുന്നത്? ഇത് നിങ്ങളുടെ മകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ്. നോക്ക്, ഇത് നിങ്ങളുടെ മകനുള്ള അപ്പോയിൻമെന്റ് ഓർഡറാണ്. വാങ്ങിച്ചോളൂ. എല്ലാം സാറ് തന്നാണ്. വാ. വീരപ്പൻ 126 പേരെയാണ് കൊന്നത്. 2000 ആനകളെ കൊന്നിരിക്കുന്നു. കാട്ടിലുണ്ടായിരുന്ന ചന്ദനത്തടികളെല്ലാം അവൻ കൊള്ളയടിച്ചു. നിയമപ്രകാരം അവൻ രാജ്യദ്രോഹിയാണ്. അയാളെയാണ് നിങ്ങൾ ഇത്രയും നാൾ സഹായിച്ചത്. ഇനി ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കണം. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്ന പണവും ജോലിയും എല്ലാം ഒരു കൈക്കൂലിയാണെന്നുള്ള തോന്നലുണ്ടായാൽ നിങ്ങളൊന്നും അനുസരിക്കണ്ട. യു ആർ എ മിലിറ്ററി മാൻ. ഈ നാടിനു വേണ്ടി ജീവിച്ച ആളാണ് നിങ്ങൾ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ ഇതും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ആന്ധ്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ശരി. ആ, ഇറങ്ങി വാ. എന്നെ ഫോളോ ചെയ്യണം.
ഒരു മിനിറ്റ് ഇപ്പൊ വരാം. സാറേ, മുത്തുകുമാരന്റെ അടുത്ത് ഈ നക്സലൈറ്റ് ചെന്ന് മിലിറ്ററിക്കാരന്റെ കൂടെ ഇനി ഒരാൾ വന്നു എന്ന് പറഞ്ഞ ആ വീരപ്പൻ എന്നെ വെറുതെ വിടില്ല. എന്നെ എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കും, സംശയമില്ല സാർ. ആ മിലിറ്ററി മുത്തുകുമാരൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരാളെ വരുവുള്ളെന്നാ. ഇതാരാണ്? കൂടെ വന്ന നക്സലേറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഇനി ഞാനായിരിക്കും ആ നക്സലേറ്റ്. നമസ്കാരം മിലിറ്ററി. ആ പറഞ്ഞോളൂ. സാധനം എല്ലാം എടുത്ത ഉഗ്ഗിക്കാട്ടിലേക്ക് വേഗം വരണം. ശരി, വരാം. ഡെക്കിൽ വെക്കേ. അകത്തുള്ള ഒരു ചാക്കൂടി ഇങ്ങോട്ട്. ഇതിനകത്ത് ഈ 2 മാത്രം വെച്ചാൽ മതി. ശരി സാർ. എണ്ണം കൂടിയ ഒരു പക്ഷേ അവന് സംശയം തോന്നും. ബി കെയർഫുൾ. എടാ ഗോവിന്ദ, ഞാൻ കുറെ നാളുകൊണ്ട് നിന്റെ അടുത്ത് പറയുക എന്റെ കണ്ണിനങ്ങോട്ട് ഉന്നം പിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് നിനക്ക് മനസ്സിലാവില്ലല്ലോ, നീയൊന്ന് കേൾക്കണ്ടേ? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടേ. എന്റെ ചെവി പൊട്ടയൊന്നും അല്ല. ഇത്രയും വലിയ മീശ വെച്ചോണ്ട് നീ പോയാലേ കൊച്ചു കുട്ടികൾ കാണുമ്പോ പറയും വീരപ്പൻ നീയാണെന്ന്. അല്ല മിലിറ്ററി, നിങ്ങൾ ഈ ജോലിക്ക് പറ്റിയ ആളാ. ഒരു ഡോക്ടറെ പോയെന്ന് കാണണം. ആയിക്കോട്ടെ. കാശ് കൊടുക്കടാ നമ്മുടെ മിലിറ്ററിക്ക്. കാരണവരെ, ഇത് നിങ്ങൾക്ക്. ശരി. മിലിറ്ററി, ഒരു പേര് കേട്ട ആളെ എനിക്ക് പൊക്കാനുണ്ട്. അതിന് ഇതുപോലുള്ള തോക്ക് എനിക്ക് കുറെ വേണം. ഇപ്പൊ തന്ന കാശിന് കുറെ തോക്കുകൾ കൂടി വാങ്ങിക്കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ. നല്ല രീതിയിൽ ഞാൻ കണ്ടോളാം. എനിത്തിങ് ഇമ്പോർട്ടന്റ്? വീരപ്പൻ മുത്തുകുമാറിനെ കാണാൻ പറഞ്ഞിരിക്കുക. എന്തിന്? ഏതോ ഒരു പേരുകെട്ട ആളെ കിഡ്നാപ്പ് ചെയ്ത് 500 കോടി രൂപ ചോദിക്കാനുള്ള ഉദ്ദേശമാണ്. ശ്രീലങ്കയിൽ പോയി വെപ്പൺസ് വാങ്ങിയ ശേഷം അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. എന്ത് ഓപ്പറേഷൻ? നേരം വൈകുമ്പോൾ അയാൾക്ക് കാഴ്ചക്കുറവുണ്ടെന്ന്. സാറേ, എന്നോട് മുത്തുകുമാറിനെ കാണണമെന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടത്? വേണ്ട, ഇനി മുതൽ ഇയാളാണ് മുത്തുകുമാർ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇനി ഇയാൾ പറയും. ഞാൻ പോയിട്ട് വരാം സാർ. വരൂ, ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഒരു മിനിറ്റ്. അത് നീ വേണം പറയുവാൻ. എവിടുന്നാ വന്നത്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. സത്യം പറയടാ. ഞാൻ പറയുന്നത് സത്യം, എനിക്കൊന്നും അറിയില്ല. കള്ളം പറയരുത്. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയും. സാധനമൊക്കെ ഇവനല്ലേ വാങ്ങുന്നത്? സത്യം. എനിക്കൊന്നും അറിയില്ല, എന്നെ വിട്ട്. നീ എന്താ അവിടേക്ക് നോക്കുന്നേ? പറയടാ സത്യം. ഞാൻ നിങ്ങളുടെ ഒരു അനിയനെ പോലല്ല ചേട്ടാ. ഇങ്ങനെ ഒരു ചതിവൊന്നും ഞാൻ ചെയ്യില്ല ചേട്ടാ, എന്നെ വിശ്വസിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് അറിയില്ല ചേട്ടാ. അന്ന് ബോംബിട്ടപ്പോ വിജയകുമാർ രക്ഷപ്പെട്ടപ്പോഴേ ഞാൻ സംശയിച്ചു. ദ്രോഹിച്ചിട്ടില്ല ചേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാൻ നോക്കുകയായിരുന്നല്ലേ? എന്നെ ചതിക്കാൻ നോക്കി ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇപ്പോ നീ 3ാമത്തെ ആളാ. എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ? വീരപ്പന് കാടിന് പുറത്തുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തു. ഇനിയുള്ള ഒരേ ഒരു കണക്ഷൻ ആ എക്സ് മിലിറ്ററി മാത്ര. ഹീസ് ഓൾറെഡി വർക്കിംഗ് വിത്ത് us. ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ്സ് എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം. വീരപ്പന്റെ ആൾക്കാരെല്ലാം ഒരിക്കലും ഒന്നിച്ചു നിൽക്കരുത്. അവരെ എല്ലാവരെയും പല സെല്ലുകളിലേക്ക് മാറ്റണം. കണ്ണാടി തന്നെ. മുത്തുകുമാറിനോട് ഞാൻ സംസാരിച്ചു. ആണോ മിലിറ്ററി?
അദ്ദേഹം ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നു. വണ്ടി മലിയൂർ അടിവാരത്തിൽ നിന്ന് പാപ്പർപെട്ടി, ധർമ്മപുരി, സേലം, നാമക്കൽ, ട്രിച്ചി, പിന്നെ തഞ്ചാവൂർ വഴി അതിരാമ്പു കടൽ തീരത്ത് വെളുപ്പിന് 5 മണിക്ക് എത്തിച്ചേരും. ശരി സാർ. അവിടെ നിന്ന് ചൂളമരത്തോപ്പ് വഴി പോകണം. ബ്ലാക്ക് ടൈഗർ അവിടെ സ്റ്റീമറുമായി കാത്തിരിക്കും. പിന്നീട് അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാനാണ് പ്ലാൻ. എന്നാ പോകുന്നത് മിലിറ്ററി? ഇന്ന് ഒക്ടോബർ 2. ഇതേ മാസം 19, 21, 23 തീയതിയും ഇതിലേതെങ്കിലും ഒരു ദിവസം രാത്രിയിൽ 9 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. ഈ 3 ദിവസം രാവിലെ ശ്രീലങ്കയിലേക്ക് പോകാൻ ബോട്ട് റെഡിയായിരിക്കും. എന്നാ പോകേണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. Mr. Vijaykumar, any progress? I will be give a good news very shortly, ma'am. Good. I believe in you. You can do it. I have already advised my chief secretary to give all necessary support to you. Anything important, you can call me directly regarding this. Thank you. Thank you very much, madam. Thank you, madam. സർവമംഗളമംഗല്യേ ശിവേ സർവാദ്യസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തേ. 1, 2, 3. 18-ാം തീയതി 18-ാം തീയതി പോകുവാനാണ് പറയുന്നത്. 18-ാം തീയതി പോവുകയാണെങ്കിൽ 400 കിലോമീറ്ററിൽ 400 ചെക്ക് പോസ്റ്റ് വന്നാൽ ഈസി ആയിട്ട് പോകാം. പിന്നെ മിലിറ്ററി കേൾക്കുന്നുണ്ട്. എങ്ങനെയാ പോകേണ്ടതെന്ന് മുത്തുകുമാരൻ പറഞ്ഞോ? ആംബുലൻസ് വഴി. അത് നല്ലതാ. ആംബുലൻസിൽ പോകുമ്പോ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. സുഖമായിട്ട് പോകാം, അല്ലേ? Not bad. This is looking exactly like an ambulance. പോലീസ് വാനാണെന്ന് നമുക്ക് പോലും തോന്നുന്നില്ല, അല്ലേ? യെസ് സർ. പിന്നെ മുകളിലുള്ള ലൈറ്റ് പോലെ താഴെയും ഒരു LED ലൈറ്റ് വേണം. ഓക്കെ സർ. ആൻഡ് ഏത് ഹോസ്പിറ്റലാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? SKS ഹോസ്പിറ്റൽ, സേലം. ഓക്കെ. SKS ഹോസ്പിറ്റലിന്റെ സ്റ്റിക്കർ ഉണ്ടാക്കി ആ സൈഡിലും ഈ സൈഡിലും ഒട്ടിക്കണം. ശരി, ഒട്ടിക്കാം സർ. ഒരു കാരണവശാലും വീരപ്പന് ഇത് ആംബുലൻസ് അല്ല എന്നുള്ള തോന്നലുണ്ടാവാൻ പാടില്ല. ഒരു ആംബുലൻസിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണോ? ലൈക് സ്ട്രക്ചർ, ഓക്സിജൻ എല്ലാം ഞാൻ നോക്കിയോളാം സർ. ഡോണ്ട് മിസ്സിംഗ് എനിത്തിങ്. ഓക്കെ സർ. Can just open the curtain? Yes sir. Is it okay? Okay, good. And just open this. ഈ സ്ലൈഡ് കൺട്രോൾ അകത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് വെക്കുന്നത്. ഓക്കെ. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് വെരി ഓപ്പൺ. ഇതിൽ ഡാർക്ക് കളർ പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ബെറ്റർ? യെസ് സർ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഫുള്ളി കവേർഡ്, പക്ഷെ അകത്ത് നടക്കുന്ന എന്താ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. യു ആർ റൈറ്റ് സർ. അതൊന്നോ യു ഷുഡ് ബി സെക്യൂർഡ്. സോ ഞാൻ പറഞ്ഞു വന്നത് അതുപോലൊരു കർട്ടൻ ഇവിടെ ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ സർ, ഐ വിൽ ഡു ഇറ്റ്. And there should be central locking system in the vehicle. Okay. ഡ്രൈവർ ഇവിടെ ലോക്ക് ചെയ്താൽ പുറകിൽ നിന്ന് ആർക്കും ഇത് തുറക്കാൻ പറ്റില്ല. That can be done, sir. അവിടെ ഒരു ഹോൾ ഡ്രിൽ ചെയ്യണം. അതെന്തിനാണെന്ന് പിന്നീട് പറയാം. ഓക്കെ സർ. വൺ ഇമ്പോർട്ടൻറ്റ് തിങ് സർ, ഈ ഓപ്പറേഷന് ആംബുലൻസ് ആരാ ഡ്രൈവ് ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ശരവൺ. ടോട്ടലി ഹൗ മെനി men? 28 sir. 28. So split them into 4, 7 in each. Okay sir. Alpha, Beta, Charlie, 3 assault team and 4th one to backup. Okay sir. Signal frequency എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു? Yes sir. എത്രയാ സ്ട്രെങ്ത്? 6 to 7 kilometers റേഡിയേഷൻ ഉണ്ട് സർ. ബട്ട് ഐ ഡൗട്ട് സർ. 2 or 3 kilometers we can expect. ഈ ആംഗിളിൽ വിഷ്വൽസ് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. വാട്ട് യു തിങ്ക്? Yeah, right sir. Yeah. ഈ ഡ്രസ്സിലെ പുറത്തൊന്നും കറങ്ങിടക്കാൻ പറ്റില്ല. ഈ ടീഷർട്ടും പാൻറ്റും ഇട്ടോളൂ. ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കണോ ഞാൻ? മിലിറ്ററി, വണ്ടി റെഡിയായോ? വണ്ടി റെഡിയാണ്. മിലിറ്ററി, ഈ പേപ്പർ കഷ്ണം കൊണ്ടുപോയി മുത്തുകുമാറിന്റെ കയ്യിൽ കൊടുക്കണം. ശരി. വരുന്ന വണ്ടിയിൽ ഈ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറൂ. ഞാൻ കൊടുക്കാം. സാർ, അടയാളത്തിനായി പകുതി പേപ്പർ ഉണ്ടെങ്കിലേ അവൻ വണ്ടി കയറുന്നു.
നമ്മുടെ കണക്കുകൂട്ടൽ പോലെ എല്ലാം നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ വലിയ മീശ കണ്ട? അതെ ചേട്ടാ, ചേട്ടന്റെ മീശ കണ്ട. നിന്റെ മീശ എടുക്കണം. നീയാണ് സേത്തുക്കുളി ഗോവിന്ദനെന്ന് കാണുന്നവർക്ക് അറിഞ്ഞൂടെ? ഇത് കേട്ടോ മിലിറ്ററി, ഞാൻ തന്ന പേപ്പർ കൊടുത്ത ഇന്നലെ കൊടുത്തു. I think this is the right place. 28 പേരും സിവിൽ ഡ്രസ്സിലായിരിക്കണം. യെസ് സർ. 2:30 മണിയായി. ഒരു ലോറി പറഞ്ഞിരുന്നില്ലേ? സർ, എൻ്റെ അനുജൻ കോയമ്പത്തൂർ ഷുഗർ മില്ലിൽ അരലോട് പഞ്ചസാര കയറ്റി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവൻ വണ്ടി കയറിയില്ലെങ്കിലോ? ഓക്കെ, വണ്ടിയിൽ കയറിയതിനു ശേഷം വീരപ്പൻ നമ്മൾ പ്ലാൻ ചെയ്ത റൂട്ടിൽ വന്നില്ലെങ്കിലോ? വരൂ. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ വണ്ടി തിരിച്ചുവിട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ വെണ്ണകടൻ റോഡിൽ ഷൺമുഖവേൽ ടീമിനെ പ്ലേസ് ചെയ്യണം. പാലക്കാട് റോഡിൽ ചിന്നസ്വാമിയാൻ ടീമിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ സർ. പിന്നെ തിരുനാവുക്കരസൻ ടീമിനെ കൊണ്ട് വീരപ്പന്റെ ആംബുലൻസ് വരുന്ന വഴി 500 മീറ്റർ മുൻപേ തന്നെ ബ്ലോക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ 8:30 നമ്മുടെ ബോയ്സിനോടെല്ലാം ധർമ്മപുരിയിലുള്ള IBL എത്താൻ പറയാം. അവിടെ വെച്ച് വീരപ്പന്റെ ബ്രീഫിംഗ് ചെയ്താലോ സർ? നോ ബ്രീഫിംഗ്. അകത്ത് ആരാണുള്ളതെന്ന് ഒരു കാരണവശാലും പുറത്ത് ആരും അറിയാൻ പാടില്ല. മിസ്റ്റർ കണ്ണൻ സർ, ഇതുവരെ നമ്മുടെ സീനിയേഴ്സ് ഓഫീസേഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് ഫെയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക് മീഡിയ ലെറ്റ്സ് നോട്ട് ബി ബെഞ്ച് ഓഫ് ലോഫിംഗ് സ്റ്റോക്ക് അഗൈൻ. എന്തും സംഭവിക്കാം. എല്ലാം സീക്രട്ട് ആയിരിക്കണം സർ. ടിൽ ദ ഓപ്പറേഷൻ കൊക്കോൺ സക്സസ്. യെസ് സർ. ഇങ്ങോട്ട് വാ സർ. ഈ പേപ്പർ അയാളെ കാണിക്കണം. ഇത് കണ്ടെങ്കിൽ മാത്രമേ അയാൾ വണ്ടിയിൽ കയറൂ. ഓക്കെ സർ. നിന്റെ പാസഞ്ചർ ആരാന്നറിയോ? വീരപ്പൻ. യെസ് സർ. പേടി തോന്നുന്നുണ്ടോ? നോ സർ. ഗുഡ്, ഗോ. സരവണേ സർ, ഇങ്ങോട്ട് വരൂ. സർ, ആംബുലൻസ് സ്പോട്ടിലേക്ക് വരുമ്പോൾ ഏത് ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യണമെന്ന് നമ്മുടെ ടീമിന് സംശയം ഉണ്ടാകാം. അതിന് റേഡിയം സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ഇറ്റ്. ശരവണേ സർ, ഒന്ന് മേളിലായിട്ട്, പിന്നെ ഒന്ന് സൈഡിലായിട്ട്, പിന്നെ ഇങ്ങനെ ഇവിടെ. ഓക്കെ സർ. ബോയ്സ്, ലിസൺ കെയർഫുള്ളി. ഇനി ഒരു 40 മിനിറ്റിനുള്ളിൽ ഒരു ആംബുലൻസ് ഇവിടെ വരും. ദേ ആർ അവർ ടാർഗറ്റ്. ആൻഡ് വൺ ഇമ്പോർട്ടന്റ് തിങ്, വണ്ടിയുടെ മുൻസീറ്റിലിരിക്കുന്ന നമ്മുടെ ആൾക്കാർ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ, അയാൾ ഇറങ്ങി 6 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ യു ഷുഡ് ബി ഫയർ. അതും എന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയതിനു ശേഷം. വണ്ടിയിൽ വരുന്നത് വീരപ്പനെ മീറ്റ് ചെയ്യാൻ വരുന്ന നക്സലൈറ്റ് ആണ്. ക്ലിയർ? ഓക്കെ. അവിടെ ആയിട്ട് വണ്ടി ഒന്ന് നിർത്തും. ഞാൻ അവരെ വേഗം വിളിച്ചോണ്ട് വരാം. നിങ്ങളെ വണ്ടി വേഗം തിരിച്ചിടും. ശരി. വണ്ടി ടാങ്കിന്റെ അടുത്ത് നിൽക്കുക. പോകാം. ആൽഫ ടീം, നിങ്ങളുടെ പൊസിഷൻ സ്കൂളിന്റെ മുകളിലാണ്. മിലിറ്ററി എല്ലാം ഏർപ്പാട് ചെയ്തു. ചെയ്തു. ബീറ്റ ടീം, കരിമ്പിലോരിക്ക് മുകളിൽ.
ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ കാട് വിട്ടിറങ്ങുന്നത്. കാത്തുകൊള്ളണേ. You take the position there. Sir. And backup team, you wait for my command. Yeah? Yes, sir. നമസ്കാരം. പേപ്പർ ഇങ്ങെടുക്ക. രണ്ട് മണിക്കൂറാ ഞാൻ കാത്തു നിന്നേ. ജോളി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള ആഹാരം ഇതിനകത്തുണ്ട്. ആ ഇത് കണ്ടോ, ജോളി ഹോട്ടലിലെ ബിരിയാണി. ദാ, കണ്ടോ? ശരി ഏട്ടാ. ആ ദാ, കുടിക്കാൻ വെള്ളം. ദാ, ഇത് മോര്. കുടിച്ചു. ഇന്നേട്ടാ ഞാൻ മുത്തുകുമാരനെ കാണാൻ പോവുക. എന്തെങ്കിലും പറയണോ? വളരെ സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അവിടെ ചെന്നതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം. ആ Come on the line over. Lion, please come on the line over. Line get over. Ambulance Srinivas Medicals. Over and out. Good. Over and out. Railway gate close ചെയ്യണം. Railway gate ഉടനെ ക്ലോസ് ചെയ്യണം. ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞോ? I will. You go take the position. Okay, sir.
നോ മൂവ്മെന്റ് സർ. ചേട്ടാ കൺഗ്രാറ്റുലേഷൻസ്. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു സർ. വാ സർ. അകത്താരാണെന്ന് അറിയില്ലല്ലോ? ഇല്ല സർ. പോയി നോക്ക്. ശരി സർ. മിസ്റ്റർ കണ്ണൻ സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. പോസ്റ്റ് ഓപ്പറേഷൻ ബോഡി എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ വാനില് ബോഡി ധർമ്മ ജഡ്ജി Hello. Good evening, madam. Sorry to disturb you at this time. Operation success. Veerapan is dead. Congrats. Send me the list of all police officials who were there in this operation. As I promised, I will announce the reward immediately. Yes, madam. ചേച്ചി, നമ്മുടെ വീരപ്പൻ ചേട്ടനെ കൊന്നു. അവൻ മോശക്കാരനായിരുന്നു. അവൻ ഒരുപാട് പേരോട് ക്രൂരത കാട്ടിയിട്ടുമുണ്ട്. അവൻ്റെ മരണം അത് ഒരു ജീവനല്ലായിരുന്നു. വിധിയെ തടുക്കാനാവില്ല. ശരിയെന്നാ. കൊല ചെയ്യുവാൻ വേണ്ടി ഒരാൾ തോക്കെടുത്താൽ